ഓക്കെ, ഫസ്റ്റ് മെത്തേഡ് ടെസ്റ്റിംഗ് ദ ഗിവൺ പോപ്പുലേഷൻ മീൻ ടെസ്റ്റ് ചെയ്യാനുള്ളതായിരുന്നു ഫസ്റ്റ് മെത്തേഡ് അല്ലേ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇതിൻ്റെ പ്രോബ്ലവും ചെയ്ത് കഴിഞ്ഞു. അത് 1 ടൈൽഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്, 2 ടൈൽഡിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്. രണ്ടാമത്തെ മെത്തേഡ് ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 പോപ്പുലേഷൻ മീൻസ്. 2 പോപ്പുലേഷൻ മീൻസിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് ടെസ്റ്റ് ചെയ്യലാണ് പറയുന്നത്. അതായത് ഓർ ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ്. 2 പോപ്പുലേഷൻ മീൻസിൻ്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യുക, അതാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രൊസീജിയർ: ഫസ്റ്റ്, സെറ്റപ്പ് ദ നൾ ഹൈപ്പോത്തസിസ് ദാറ്റ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 മീൻസ്. ആദ്യം നിങ്ങൾ ഇതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് സെറ്റ് ചെയ്യണം. അതായത് ടെസ്റ്റിംഗ് ഈക്വാലിറ്റി ഓഫ് 2 പോപ്പുലേഷൻ മീൻസ് എന്നല്ലേ. പോപ്പുലേഷൻ മീനിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മ്യൂ എന്ന ലെറ്റർ ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ പോപ്പുലേഷൻ മീൻസ് എന്ന് പറഞ്ഞാൽ അതിൽ 2 മീൻ എന്തായാലും വരും അല്ലേ. അതായത് μ1 μ2 വരാം. അപ്പോൾ അതിൻ്റെ ഈക്വാലിറ്റി ടെസ്റ്റ് ചെയ്യലാണ് നമ്മുടെ ഈ പ്രോബ്ലം എന്ന് പറയാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ തന്നെ അതിൻ്റെ നൾ ഹൈപ്പോത്തസിസ് നിങ്ങൾ ഡിഫൈൻ ചെയ്യണം. ദാറ്റ് ഈസ് ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ 2 മീൻസ്. അപ്പോൾ μ1 = μ2 എന്ന് വെച്ചാൽ എന്താ അവിടെ മീൻ ചെയ്യുന്നത്? അവിടുത്തെ മീൻസ് തമ്മിൽ ഡിഫറൻസ് ഇല്ലാത്ത രീതിയിൽ വേണം ഹൈപ്പോത്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പം μ1 = μ2 എന്നല്ലേ വരിക. ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ രണ്ടും ഈക്വൽ എന്ന അർത്ഥമല്ലേ. രണ്ടാമത്തെ സ്റ്റെപ്പ്, വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ ഓർ വെൻ ദ സാമ്പിൾസ് ആർ ലാർജ് ദ ടെസ്റ്റ് അപ്ലൈഡ് ഈസ് സെറ്റ് ടെസ്റ്റ്, അതർവൈസ് ടി ടെസ്റ്റ്. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ സാമ്പിളിൻ്റെ സൈസ് ലാർജ് ആണ് എങ്കിൽ അവിടെ സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അല്ലാത്ത കേസിൽ ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ. മൂന്നാമത്തേത്, ടെസ്റ്റ് സ്റ്റാറ്റിക് കാണാനുള്ള ഇക്വേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു, ഈ കേസിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആണ് തന്നതെങ്കിൽ അതിൻ്റെ ടെസ്റ്റ് സ്റ്റാറ്റിക് കാണാനുള്ള ഇക്വേഷൻ x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ x1 ബാറും x2 ബാറും എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പിൾ മീൻസ് ആണ്. ഓക്കെ. SE ക്യാൻ ബി ഒബ്റ്റൈൻഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണാൻ ചില ഇക്വേഷൻസ് നമുക്ക് യൂസ് ചെയ്യാം ഈ കേസിൽ. ഇത് നിങ്ങൾ കാണാതെ പഠിക്കണം. അത് ഏതൊക്കെ കേസിലാണ്? വെൻ 2 സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സേ സിഗ്മ, ദെൻ സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു സിഗ്മ റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2. അതായത് 2 സാമ്പിൾസ് ആർ ഡ്രോൺ ഫ്രം പോപ്പുലേഷൻ വിത്ത് സെയിം സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. 2 സാമ്പിൾ പോപ്പുലേഷനിൽ നിന്ന് എടുക്കുമ്പോൾ അവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒന്ന് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് എങ്കിൽ, നിങ്ങൾക്ക് തന്നത് എങ്കിൽ, അതായത് സിഗ്മ വാല്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ സിഗ്മ ഇൻറ്റു റൂട്ട് ഓഫ് 1/n1 പ്ലസ് 1/n2 ആണ്. ഓക്കെ. n1 ഉം n2 എന്താണ്? അതിൻ്റെ സാമ്പിൾ സൈസിനെ സൂചിപ്പിക്കുന്നു. സിഗ്മ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നു. ഓക്കെ. അടുത്തത്, when the 2 samples are drawn from populations with different standard deviation sigma 1 and sigma 2, then standard error equal to root of sigma 1 square divided by n1 plus sigma 2 square divided by n2. അതായത് പോപ്പുലേഷനിൽ നിന്ന് 2 സാമ്പിൾസ് എടുക്കുന്ന കേസിലും അവിടെ ഓരോന്നിനും ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ് തന്നതെങ്കിൽ, അതായത് സിഗ്മ 1 സിഗ്മ 2 എന്നിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടാണ് തന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷനാണ് റൂട്ട് ഓഫ് സിഗ്മ 1 സ്ക്വയർ ബൈ n1 പ്ലസ് സിഗ്മ 2 സ്ക്വയർ ബൈ n2. ഇനി അടുത്തത്, വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നിങ്ങൾക്ക് അറിയില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ആൻഡ് ദ സാമ്പിൾസ് ആർ ലാർജ്, സാമ്പിളിൻ്റെ സൈസ് ലാർജും ആണ്. അങ്ങനത്തെ കേസിൽ അസ്യൂമിങ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ ഡിഫറെൻറ്റ്, അവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് s1 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n2 എന്നായിരിക്കും. ഇവിടെ s1 ഉം s2 ഉം ഉദ്ദേശിക്കുന്നത് സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അടുത്തത്, വെൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് നോൺ. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയില്ല അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തന്നിട്ടില്ല. അതുപോലെ സാമ്പിൾസ് ആർ സ്മോൾ, സാമ്പിളിൻ്റെ സൈസ് സ്മോൾ ആവുന്ന കേസിൽ, ഈ 2 കണ്ടീഷനും ഓക്കെ ആവുന്ന കേസിലാണ് ക്വസ്റ്റ്യൻ തന്നതെങ്കിൽ അസ്യൂമിങ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് സെയിം ഫോർ ബോത്ത് പോപ്പുലേഷൻസ്, ആ കേസിൽ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ ഈക്വൽ ടു റൂട്ട് ഓഫ് n1 s1 സ്ക്വയർ പ്ലസ് n2 s2 സ്ക്വയർ ഡിവൈഡഡ് ബൈ n1 പ്ലസ് n2 മൈനസ് 2 ഇൻറ്റു 1/n1 പ്ലസ് 1/n2. ഇവിടെ n1 ഉം n2 എന്തിനെ സൂചിപ്പിക്കുന്നു? സാമ്പിൾ സൈസിനെ. s1 ഉം s2 ഉം സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ സൂചിപ്പിക്കുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ സ്റ്റാൻഡേർഡ് എററും അതുപോലെ ടി ടെസ്റ്റോ സെറ്റ് ടെസ്റ്റോ അതിൻ്റെ വാല്യൂ ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ
നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ എന്ത് എഴുതും? സെറ്റിൻ്റെയോ ടിയുടെയോ വാല്യൂ കണ്ടെത്തിയ ശേഷം സാധാരണ രീതിയിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം എഴുതും. ഈ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം N1 + N2 - 2 ഫോർ ടി ടെസ്റ്റ്. ടി ടെസ്റ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം N1 + N2 - 2 എന്ന ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അതുപോലെ സെറ്റ് ടെസ്റ്റ് ആണെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ കേസിൽ ഇൻഫിനിറ്റി തന്നെയായിരിക്കും. ഓക്കെ, പിന്നെ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ ടേബിൾ വാല്യൂ കാണണം. ഓക്കെ, അടുത്തത് നമ്മൾ കമ്പയർ ചെയ്യുക. വെൻ ദ കാൽക്കുലേറ്റർ വാല്യൂ ഇസ് ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ ന്യൂമറിക്കലി ദ ടെസ്റ്റ് സ്റ്റാറ്റിക് ഫോൾസ് ഇൻ ദ ആക്സെപ്റ്റൻസ് റീജിയൻ ആൻഡ് സോ വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്, അതർവൈസ് റിജക്റ്റ് ഇറ്റ്. ഇത് മനസ്സിലായല്ലോ? ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് എങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ റിജക്റ്റ് ചെയ്യാം. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ആണ്. The mean yield of wheat from a district A was 210 lbs with standard deviation 10 lbs per acre from a sample of 100 plots. In another district B, the mean yield was 200 lbs standard deviation 12 lbs from a sample of 150 plots. Assuming that the standard deviation of yield in the entire state was 11 lbs, test whether there is any significant difference between mean yield of the crops in the two districts. അപ്പോൾ ഈ ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചറിയുക? ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ സൈഡിൽ എഴുതി വെക്കണം. ഒപ്പം തന്നെ അതിലെന്താണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും വായിച്ച് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നത് ഏതിൻ്റെയാണ്? രണ്ട് പോപ്പുലേഷൻ മീൻസിൻ്റെ ഈക്വാലിറ്റിയാണ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലേ? പിന്നെ വേറൊരു രീതിയിൽ പറയുകയാണെങ്കിൽ എന്താണ്? ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ടു പോപ്പുലേഷൻ മീൻസ്, അങ്ങനെയും പറയാം, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ടെസ്റ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ ഈൽഡ് ഓഫ് ദ ക്രോപ്സ് ഇൻ ദ ടു ഡിസ്ട്രിക്ട്സ്. രണ്ട് ഡിസ്ട്രിക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളെ കമ്പയർ ചെയ്ത് നമുക്ക് ചെയ്യണം എന്നവിടെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ രണ്ടാമത്തെ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയ ശേഷം മാത്രം പ്രോബ്ലം ചെയ്യാൻ തുടങ്ങുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അറിയാവുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കാം. എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ദ മീൻ yield ഓഫ് വീറ്റ് ഫ്രം എ ഡിസ്ട്രിക്ട് എ വാസ് 210 lbs വിത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 10 lbs പെർ ഏക്കർ ഫ്രം എ സാമ്പിൾ ഓഫ് 100 പ്ലോട്ട്സ്. ഡിസ്ട്രിക്ട് എയിൽ വീറ്റ്, ദ മീൻ yield ഓഫ് വീറ്റ് എന്ന് പറയുന്നത് 100 പ്ലോട്ട്സ് സാമ്പിൾ എടുത്തു. ഓക്കെ, സാമ്പിൾ എത്ര എടുത്തു? 100 പ്ലോട്ട്സ് എടുത്തപ്പോൾ എ എന്ന ഡിസ്ട്രിക്റ്റിൽ ദ മീൻ yield ഓഫ് വീറ്റ് എന്നതിൻ്റെ വാല്യൂ എത്രയാണ്? 210 lbs ആണ്. എന്ന് വെച്ചാൽ സാമ്പിളിൻ്റെ കേസിലല്ലേ ഇത് പറയുന്നത്. അപ്പോൾ x1 ബാർ എന്നാണ് സാമ്പിളിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഫസ്റ്റ് ഡിസ്ട്രിക്റ്റ് എന്നുള്ളതുകൊണ്ട് 1 എന്ന് കൊടുക്കുന്നു. അപ്പോൾ x1 ബാർ = 210. ഓക്കെ, ഇനി എത്രയാണ് അവിടെ സാമ്പിൾ എടുത്തത്? 100 പ്ലോട്ട്സാണ്. അപ്പോൾ N1 = എന്ത് കൊടുക്കാം? 100. ഇനി അപ്പോൾ എ എന്ന ഡിസ്ട്രിക്റ്റിൻ്റെ കഴിഞ്ഞു, അല്ലേ? ഇനി അതുപോലെ അനദർ ഡിസ്ട്രിക്ട് ബി, ദ മീൻ yield വാസ് 200 lbs സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 12 lbs ഫ്രം എ സാമ്പിൾ ഓഫ് 150 പ്ലോട്ട്സ്. അതുപോലെ എന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? മറ്റൊരു ഡിസ്ട്രിക്ട് ബി. അപ്പോൾ ബി എന്ന ഡിസ്ട്രിക്റ്റിൽ അതിൻ്റെ മീൻ yield, അതായത് x2 ബാർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 200. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 12 lbs, അല്ലേ? ഫ്രം എ സാമ്പിൾ ഓഫ് 150 പ്ലോട്ട്സ്. അപ്പോൾ സാമ്പിളിൻ്റെ സൈസ് എത്രയാണ്? N2 150. അപ്പോൾ N2 = 150 എന്ന് എഴുതാം. അപ്പോൾ അത്രയും ക്ലിയർ ആയല്ലോ. പിന്നെ അതുപോലെ സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതായത് S1ഉം S2ഉം ഇവിടെ തന്നിട്ടുണ്ട്, അല്ലേ? അപ്പോൾ നോക്കുക, നമുക്ക് ഏതാണോ ആവശ്യം അത് മാത്രം ഇവിടെ എഴുതിയിട്ടുള്ളൂ തൽക്കാലം. പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ? അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yield ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് വാസ് 11 lbs. ഓക്കെ, അസ്യൂമിങ് ദാറ്റ് ദ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് yield ഇൻ ദ എൻറ്റയർ സ്റ്റേറ്റ് വാസ് 11 lbs എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ആ സ്റ്റേറ്റിൻ്റെ മൊത്തം yield കേസിൽ എടുക്കുമ്പോൾ അതിൻ്റെ ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 11 lbs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ ആ സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ട് തന്നിരിക്കുന്നത്. ഓരോ ഡിസ്ട്രിക്റ്റിൻ്റെ വേറെ തന്നിട്ടുണ്ടെങ്കിലും സ്റ്റേറ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ടോട്ടൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുമ്പോൾ അതിനെ എന്തായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം? സിഗ്മ. അല്ലാത്ത കേസിൽ എന്താ എടുക്കുക? സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണെങ്കിൽ S1 S2 എന്നൊക്കെ എടുക്കുക. പക്ഷേ ഇതിൻ്റെ സിഗ്മ വാല്യൂ ഇവിടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ പോപ്പുലേഷൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ റെപ്രസെൻറ്റ് ചെയ്യാൻ എന്ത് ഉപയോഗിക്കുന്നു? സിഗ്മ. അത് എത്രയാണ്? 11, അല്ലേ? ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ടെസ്റ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ yield ഓഫ് ദ ക്രോപ്സ് ഇൻ ദ ടു ഡിസ്ട്രിക്ട്. ആ രണ്ട് ഡിസ്ട്രിക്റ്റിൻ്റെയും ബേസിൽ അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മീൻ yield ഓഫ് ദ ക്രോപ്സ്. ഈ തന്നിരിക്കുന്ന ക്രോപ്സിൻ്റെ മീൻ yieldൻ്റെ ഡിഫറൻസ് സിഗ്നിഫിക്കൻറ്റ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ രണ്ടാമത്തെ മെത്തേഡാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ രീതിയിൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവിടെ രണ്ടെണ്ണത്തിനെ കമ്പയർ ചെയ്തുകൊണ്ട് ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും രണ്ടാമത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യണമെന്ന് മനസ്സിലാക്കാം. ഇനി ആദ്യത്തെ സ്റ്റെപ്പിൽ എന്ത് തന്നെയാണ്, നൾ ഹൈപ്പോത്തസിസ് എഴുതുന്നു. എങ്ങനെ എഴുതാം ഈ കേസിൽ നൾ ഹൈപ്പോത്തസിസ്? ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞിരിക്കുന്നു μ1 = μ2 എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എങ്ങനെ എഴുതാം, H0 സച്ച് ദാറ്റ് μ1 = μ2. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് ഇതിൻ്റെ ഓപ്പോസിറ്റ് ആവില്ലേ? എന്ന് വെച്ചാൽ H1 സച്ച് ദാറ്റ് μ1 ≠ μ2 എന്ന് എഴുതാം. കാരണം H0ൻ്റെ ഓപ്പോസിറ്റ് ആണല്ലോ. H0 എന്താണോ അതിലില്ലാത്തത് H1 ആണ്, ആൾട്ടർനേറ്റീവ് ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ സാമ്പിളിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജ് ആണ്. കാരണം 100 എന്നും 150 എന്നൊക്കെയാണ് തന്നിരിക്കുന്നത് അല്ലേ, N1 ഉം N2 ഉം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം, സെറ്റ് ടെസ്റ്റ്. അവിടെ സെറ്റ് ടെസ്റ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ചു, x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ x1 ബാർ എത്രയാണ്, x2 ബാർ എത്രയാണെന്നൊക്കെ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം, അതിനനുസരിച്ചിട്ട് എഴുതാവും. ഇവിടെ സിഗ്മയുടെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനായിട്ടുള്ള ഈ ഇക്വേഷൻ യൂസ് ചെയ്യാം. കണ്ടോ, അതിൻ്റെ കണ്ടീഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഒരേ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് രണ്ട് ഡിസ്ട്രിക്റ്റിനും വേണ്ടി കോമൺ ആയിട്ട് തന്നിരിക്കുന്നത്. അപ്പോൾ സിഗ്മ √1/n1 + 1/n2 എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ലാസ്റ്റ് നമുക്ക് 1.43 എന്ന് കിട്ടും. ആ വാല്യൂ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു, സെറ്റിൻ്റെ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ലാസ്റ്റ് എല്ലാ വാല്യൂം കൊടുക്കുമ്പോൾ 7 എന്നാണ് ആൻസർ കിട്ടുക, സെറ്റ് വാല്യൂ. ഇനി അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതുന്നത്, സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം എന്താ വരിക, ഇൻഫിനിറ്റി. പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യനിൽ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല, അപ്പോൾ എന്ത് തന്നെയായിരിക്കും, 5%. അപ്പോൾ ദ ടേബിൾ വാല്യൂ ഓഫ് സെറ്റ് അറ്റ് 5% ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഈസ് 1.96. അപ്പോൾ നിങ്ങൾ ആ ടേബിൾ നോക്കുക കേട്ടോ. സെറ്റ് ടെസ്റ്റിൽ ഇൻഫിനിറ്റിയും 5% എന്താ പറയുക, ഇൻഫിനിറ്റി 5%ഉം ടേബിളിൽ കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 1.96 എന്ന് തന്നെയാണ് കിട്ടുക. ഓക്കെ, ഇവിടെ 1.96 എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ വരുന്നത്, 2 ടൈൽഡ് ടെസ്റ്റ് തന്നെയാണ്. ഇനി അടുത്തത്, കാരണം μ1 = μ2 എന്നല്ല, അപ്പോൾ 2 ടൈൽഡ് ടെസ്റ്റ് തന്നെയാണ് നമ്മൾ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തത്. ഇനി ദ കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ന്യൂമറിക്കലി ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1.96 എന്ന് നിങ്ങൾക്ക് ടേബിൾ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുക, സെറ്റ് ടെസ്റ്റിൻ്റെയും ഈ വാല്യൂ. ഈ ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ആക്സെപ്റ്റ് ചെയ്യാം. വലുതാണെങ്കിലോ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിനേക്കാൾ വലുതല്ലേ 7. അപ്പോൾ ദ കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ. വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് റിജക്ട് ചെയ്യണം. എന്ന് വെച്ചാൽ ഏതാ റിജക്ട് ചെയ്യേണ്ടത്, ഈ ഒരു പോർഷൻ റിജക്ട് ചെയ്യണം. അപ്പോൾ ഏതാ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരിക, H1 സച്ച് ദാറ്റ് μ1 ≠ μ2 എന്നതാണ് ആക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ therefore μ1 ≠ μ2, therefore the difference in the mean yield of the crops is highly significant എന്ന ആൻസർ കിട്ടും. ക്ലിയർ? അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഓക്കെ ആയല്ലോ. അടുത്തതും ഇതുപോലെ തന്നെ ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. ഇൻ ദിസ് ക്വസ്റ്റ്യൻ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഗിവൺ. ഈ ക്വസ്റ്റ്യനിൽ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മ 11 എന്ന് തന്നിട്ടുണ്ട്. സോ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആർ നോട്ട് യൂസ്ഡ് ഫോർ ഫൈൻഡിങ് സ്റ്റാൻഡേർഡ് എറർ. അങ്ങനെ സിഗ്മയുടെ വാല്യൂ ഡയറക്റ്റ് തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ സാമ്പിൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സ്റ്റാൻഡേർഡ് എറർ കാണാനായിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ ക്വസ്റ്റ്യനിൽ സിഗ്മയും തന്നിട്ടുണ്ട്, S1 ഉം S2 ഉം തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം, അത് ഉപയോഗിച്ചൂടെ, S1 ഉം S2 വെച്ചിട്ടുള്ള ഇക്വേഷൻ സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഉപയോഗിച്ചൂടെ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാം. പക്ഷേ നിങ്ങൾക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സിഗ്മയുടെ വാല്യൂ തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വെച്ചിട്ടുള്ള ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചാൽ മതി എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, 50 children were given special diet for a certain period and control group of 50 other children were given normal diet. മനസ്സിലായല്ലോ. Their average gain in weight were found to be 7.2 lbs and 5.7 lbs respectively, and the common standard deviation for gain in weight was 2 lbs. Assuming normality of the distribution, would you conclude that the special diet really promoted weight? ഇവിടെ 2 ഗ്രൂപ്പാക്കി തിരിക്കാം. അതിലൊരു ഗ്രൂപ്പിന് എന്ത് ചെയ്തു, ഡയറ്റ് കൊടുത്തിട്ട് അതിൻ്റെ കേസ് എങ്ങനെയാണ് വരുന്നത്, ആ കുട്ടികൾക്ക് എങ്ങനെയാണ് വെയിറ്റ് വരുന്നത് നോക്കി. മറ്റൊരാൾക്ക് നോർമൽ ഡയറ്റും കൊടുത്തു. അപ്പോൾ 50 children were given special diet for a certain period. ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് കുറച്ച് കുട്ടികളെ സ്പെഷ്യൽ ഡയറ്റിൽ നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. ആൻഡ് കൺട്രോൾ ഗ്രൂപ്പ് ഓഫ് 50 other children were given നോർമൽ ഡയറ്റ്. ബാക്കിയുള്ള കുട്ടികൾക്ക് നോർമൽ ഡയറ്റും കൊടുത്തു. ദെയർ അപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് എടുത്തത് എത്രയാണ്, 50 എന്ന രീതിയിലല്ലേ.
ദെയർ ആവറേജ് ഗെയിൻ ഇൻ വെയിറ്റ് വേർ ഫൗണ്ട് ടു ബി 7.2 LBS. അപ്പോൾ അതിൻ്റെ ആവറേജ് എത്രയാണ് കിട്ടിയത്? 7.82 എന്നത് ആദ്യത്തെ കുട്ടികളുടെ ഗ്രൂപ്പിൽ നിന്ന് കിട്ടി. രണ്ടാമത്തെ കുട്ടികളുടെ ആവറേജ് എന്ന് പറയുന്നത് 5.7 LBS. ഓക്കെ, ആവറേജ് ഗെയിൻ ഇൻ വെയിറ്റിൻ്റെ കേസിൽ. ആൻഡ് ദ കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഫോർ ഗെയിൻ ഇൻ വെയിറ്റ് വാസ്, ഇനി രണ്ട് കൂട്ടരുടെയും കൂടി കോമൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ സിഗ്മയുടെ വാല്യൂ എത്രയാണ്? 2 എന്ന് തന്നിട്ടുണ്ട്. അസ്യൂമിങ് നോർമാലിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ, വുഡ് യു കൺക്ലൂഡ് ദാറ്റ് ദ സ്പെഷ്യൽ ഡയറ്റ് റിയലി പ്രൊമോട്ടർ വെയിറ്റ്. അപ്പോൾ നിങ്ങൾ അസ്യൂം ചെയ്യണം എങ്ങനെയാണ്? നോർമാലിറ്റി ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻസ്, വുഡ് യു കൺക്ലൂഡ് ദാറ്റ് ദ സ്പെഷ്യൽ ഡയറ്റ് റിയലി പ്രൊമോട്ടർ വെയിറ്റ്. ആ സ്പെഷ്യൽ ഡയറ്റ് ആണ് റിയലി വെയിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇതിനെ ബേസ് ചെയ്ത് തന്നിരിക്കുന്ന ആ വാല്യൂസ് ആദ്യം എടുത്തെഴുതുക, എന്നിട്ട് ഇതേ മെത്തേഡിൽ ചെയ്യുന്നു. അപ്പോൾ ഫസ്റ്റ് നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ എഴുതാം? എച്ച് നോട്ട് സച്ച് ദാറ്റ്, നമ്മുടെ സ്റ്റെപ്പ് എല്ലാം ഓർമ്മ വേണം, എന്നാലേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. μ1 = μ2 അല്ലേ? അപ്പോൾ H1 എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? μ1 ≠ μ2 എന്ന് എഴുതാം. അതോടൊപ്പം തന്നെ μ1 > μ2 എന്ന് എഴുതാം. ഓക്കെ, രണ്ടും എഴുതിയാലും ശരിയാണ്. ഇവിടെ μ1 > μ2, ഒന്ന് മറ്റൊന്നിനേക്കാൾ വലുത് എന്ന രീതിയിലാണ് നമുക്കിവിടെ വാല്യൂ തന്നിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ > കൊടുത്തത്. മനസ്സിലായോ? അതായത് ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആണല്ലോ വലിയ വാല്യൂ ആയിട്ട് അവിടെ മീൻ തന്നിരിക്കുന്നത്. അതുകൊണ്ട് μ1ൻ്റെ നേരെ ഈ ഭാഗത്തേക്ക് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ഇവിടെ സിമ്പിൾ ഇട്ടിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ക്ലിയർ ആയല്ലോ? μ1 > μ2 എന്നത്. അപ്പോൾ നമുക്കിവിടെ H0 = such that μ1 = μ2. അപ്പോൾ H1 such that എന്തായിരിക്കും? അതല്ലാത്ത കേസ് എന്ന് വെച്ചാൽ μ1 ≠ μ2. ഓക്കെ, ഈ μ1 ≠ μ2 എന്ന് പറഞ്ഞാൽ ഈക്വൽ അല്ലാത്ത കേസിനെ എങ്ങനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാം? ഒന്നുകിൽ ലെസ് ദാൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ബേസിലാണ് ഇവിടെ ഗ്രേറ്റർ ദാൻ എന്ന് കൊടുത്തത്. കാരണം ആദ്യത്തെ ഗ്രൂപ്പിനെ ആവറേജിന് μ1 എന്ന് കൊടുക്കുകയാണെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജിന് എന്ത് കൊടുക്കാം? μ2 എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഗ്രൂപ്പിൻ്റെ ആവറേജ് ആണ് കുറച്ച് കൂടുതൽ, അതുകൊണ്ടാണ് ഇവിടേക്ക് ഓപ്പൺ ആവുന്ന രീതിയിൽ അതിൻ്റെ സിമ്പിൾ കൊടുത്തത്. അതെന്ന് വെച്ചാൽ μ1 > μ2 ആണ് ഇവിടെ കുറച്ചുകൂടി മാച്ച്. ഇനി ദിസ് ഈസ് വൺ ടൈൽഡ് ടെസ്റ്റ് സിൻസ് വി വാണ്ട് ടു ടെസ്റ്റ് വെദർ ഇറ്റ് പ്രൊമോട്ട്സ്. ഇതൊരു വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. അതിന് കാരണമുണ്ട്. ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു വേർഡ്, പ്രൊമോട്ട്സ് എന്നൊരു വേർഡ് പറഞ്ഞിട്ടുണ്ട്. നോക്കൂ, അപ്പോൾ ആ വേർഡ് കണ്ടാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഈ വേർഡ്സൊക്കെ നിങ്ങൾ കാണാതെ പഠിക്കണം. വൺ ടൈൽഡ് ടെസ്റ്റ് ആണോ ടു ടൈൽഡ് ടെസ്റ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില വേർഡ്സ് നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നു. ഇത് കൂടാതെ പ്രൊമോട്ട് എന്ന വേർഡ് കൂടി നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ദിസ് ഈസ് വൺ ടൈൽഡ് ടെസ്റ്റ്, വി വാണ്ട് ടു ടെസ്റ്റ് വെദർ ഇറ്റ് പ്രൊമോട്ട്സ്. അത് പ്രൊമോട്ട്സ് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൺ ടൈൽഡ് ടെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ ഈ വേർഡ് ശ്രദ്ധിക്കുക. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ x1 ബാർ വാല്യൂ 7.2 ആണ്, x2 ബാർ 5.7 ആണ്. അതിവിടെ തന്നിട്ടുണ്ട്. നോക്കൂ, 7.2 5.7. പിന്നെ n1 ഉം n2 ഈക്വൽ ആണ്, 50-50 ആണ് സാമ്പിളായിട്ട് എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ കാണണം. ഇവിടെ സിഗ്മ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 2 ആണ് അല്ലേ? അപ്പോൾ സിഗ്മ × √1/n1 + 1/n2 എന്ന ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ 0.4 എന്ന ആൻസർ കിട്ടും. ഇനി സെറ്റ് ടെസ്റ്റ് ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ കാരണം എന്താണെന്ന് അറിയാലോ? ഇവിടെ സാമ്പിളിൻ്റെ സൈസ് 50-50 ആണെങ്കിലും ഇവിടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അതിൻ്റെ സെറ്റ് ടെസ്റ്റ് ഏതൊക്കെ? വെൻസ് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് നോൺ. നമുക്ക് പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അറിയാമെങ്കിലും അല്ലെങ്കിൽ സാമ്പിളിൻ്റെ സൈസ് ലാർജ് ആവുന്ന കേസിലും ഏത് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്? സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ സിഗ്മയുടെ വാല്യൂ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 2 ആണ്. കണ്ടോ, സിഗ്മയുടെ സ്ഥാനത്ത് 2 കൊടുത്തിരിക്കണം. ഇവിടെ എഴുതിയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇവിടെ അറിയാം. അതുകൊണ്ട് തന്നെ ഈ ഇക്വേഷൻ ഇവിടെ ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ 0.4 എന്ന് കിട്ടും സ്റ്റാൻഡേർഡ് എറർ. ഇനി സെറ്റ് ടെസ്റ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ സെറ്റ് ടെസ്റ്റ് ഉപയോഗിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂ ആയ സിഗ്മ. അതുകൊണ്ടാണ് ഇവിടെ സ്റ്റാൻഡേർഡ് എററിന് ഈ ഇക്വേഷൻ തന്നെ ഉപയോഗിച്ചത്. ഓക്കെ, ഇനി സെറ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു, അതിൽ അപ്ലൈ ചെയ്യുന്നു. എല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ 3.75 എന്ന് വരുന്നു. പിന്നെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് വേറെ ഡയറക്റ്റായിട്ട് ക്വസ്റ്റ്യനിൽ തരാത്തതുകൊണ്ട് 5% എന്ന് തന്നെ എടുക്കാം. എന്ന് വെച്ചാൽ 0.05. സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി. അത് നിങ്ങൾ ടേബിളിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. വൺ ടൈൽഡ് തന്നെ നോക്കണം കേട്ടോ. അതായത് ടേബിൾ എടുക്കുമ്പോൾ സെക്കൻഡ് ലൈനിൽ വേണം നിങ്ങൾ നോക്കാൻ അതിൻ്റെ വാല്യൂ.
1.645 എന്ന് വരും. ഇനി ഈ വാല്യൂവും കമ്പയർ ചെയ്യാം. ടേബിൾ വാല്യൂവിനേക്കാൾ ചെറുതാണ് ഇത് എങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാം, വലുതാണ് എങ്കിൽ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ കാൽക്കുലേറ്റർ വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ, അങ്ങനെയല്ലേ കിട്ടിയത്. അപ്പോൾ റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ് എന്ന് വെച്ചാൽ ഇത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ μ1 ഗ്രേറ്റർ ദാൻ μ2. ദാറ്റ് ഈസ് ദ സ്പെഷ്യൽ ഡയറ്റ് റിയലി പ്രൊമോട്ട്സ് വെയിറ്റ്. അതുകൊണ്ട് അപ്പോൾ ഇവിടെ എന്താ പറയുക, പ്രൊമോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചിരുന്നു അല്ലേ. അപ്പോൾ സ്പെഷ്യൽ ഡയറ്റ് വെയിറ്റിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന ആൻസറിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഓക്കെ, അടുത്തത് electric bulbs manufactured by X and Y companies gave the following result. ഓക്കെ, എക്സ് എന്നും വൈ എന്നും പറയുന്ന രണ്ട് കമ്പനീസ് അവിടെ ഇലക്ട്രിക് ബൾബ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്പനികളാണ്. അവിടെ അവർ പ്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ബേസിൽ കുറച്ച് വാല്യൂസ് ഇവിടെ തന്നിട്ടുണ്ട്. എക്സ് കമ്പനി, വൈ കമ്പനി. നമ്പർ ഓഫ് ബൾബ്സ് യൂസ്ഡ് 100 എന്ന് വെച്ചാൽ സാമ്പിൾ സൈസ് 100 ആണെന്ന് മനസ്സിലായി. മീൻ ലൈഫ് ഇൻ അവേഴ്സ് ഓരോ ബൾബിൻ്റെയും 1300, 1248. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 82, 93. യൂസിങ് സ്റ്റാൻഡേർഡ് എറർ ഓഫ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീൻ സ്റ്റേറ്റ് വെദർ ദർ ഈസ് എനി സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദ ലൈഫ് ഓഫ് 2 മേക്സ്. കണ്ടോ, ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കണം ഇത് രണ്ടാമത്തെ മെത്തേഡ് അപ്ലൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ രണ്ടാമത്തെ മെത്തേഡാണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ തന്നിരിക്കുന്ന ഓരോ വാല്യൂസും നമുക്ക് സൈഡിൽ എഴുതാം, അതിനുശേഷം ഓരോ സ്റ്റെപ്പായിട്ട് എഴുതാം. അപ്പോൾ ഇവിടെ സാമ്പിൾ സൈസ് എന്ന് പറയുമ്പോൾ ഇവിടെ തന്നിട്ടുണ്ട് 100 എന്ന് തന്നിട്ടുണ്ട്. N1 N2 എന്താണ് 100 എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സൈഡിൽ എഴുതുന്നു. പിന്നെ അതുപോലെ മീൻ ലൈഫ് എന്ന് വെച്ചാൽ ആ സാമ്പിളിൻ്റെ മീൻ ലൈഫ് അല്ല. അപ്പോൾ X1 ബാറും X2 ബാറും ആണ് ഈ രണ്ടെണ്ണം, അതും സൈഡിൽ എഴുതാം. പിന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് ഓരോ സാമ്പിളിൻ്റെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് വെച്ചാൽ S1 ഉം S2 ആണ് ഈ തന്നിരിക്കുന്നത്, അതും സൈഡിൽ എഴുതാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റെപ്പുകൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നൾ ഹൈപ്പോത്തസിസ് H0 സച്ച് ദാറ്റ് μ1 ഈക്വൽ ടു μ2. അപ്പോൾ H1 എന്തായിരിക്കും, അതിൻ്റെ ഓപ്പോസിറ്റ് μ1 നോട്ട് ഈക്വൽ ടു μ2. പിന്നെ ഇവിടെ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാൻ കാരണം എന്താണ്, ഇവിടെ സൈസ് ലാർജ് ആണ് അല്ലേ. അപ്പോൾ സെറ്റ് ടെസ്റ്റിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. X1 ബാറും X2 ബാറും അറിയാം, സ്റ്റാൻഡേർഡ് എറർ കാണണം. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഏത് ഇക്വേഷൻ ഉപയോഗിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാം. എങ്ങനെ, S1 ഉം S2 ഉം ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് എറർ ഈ കേസിൽ √(S1² ഡിവൈഡഡ് ബൈ N1 പ്ലസ് S2² ഡിവൈഡഡ് ബൈ N2 എന്ന ഇക്വേഷൻ കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ 12.4 എന്ന് കിട്ടുന്നു. ഇനി എന്ത് ചെയ്യുക, സെറ്റിൻ്റെ ആ ഇക്വേഷനിലെ എല്ലാ വാല്യൂസും അപ്ലൈ ചെയ്യുമ്പോൾ 4.19 എന്ന് കിട്ടുന്നു. ഇവിടെ ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി. പിന്നെ ടേബിൾ വാല്യൂ കാണാനുള്ള ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്ത് ടേബിളിൽ നോക്കുമ്പോൾ 1.96 എന്ന് കിട്ടും. 1.96നേക്കാൾ വലുതാണ് 4.19 അല്ലേ. അപ്പോൾ അതുകൊണ്ട് അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യാനേ പറ്റുള്ളൂ. സോ ദ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് സെറ്റ് ഈസ് ന്യൂമറിക്കലി ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ. അപ്പോൾ ഇവിടെ ഇത് റിജക്റ്റ് ചെയ്യണം. ആ സെൻറ്റൻസ് ഇവിടെ എഴുതിയിട്ടില്ല. വി റിജക്ട് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഏതാ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ, μ1 നോട്ട് ഈക്വൽ ടു μ2. ദ ഡിഫറൻസ് therefore the difference in the mean life of 2 makes is highly significant. ഓക്കെ, അടുത്തത് ബാക്കി നിങ്ങൾക്ക് നോക്കിക്കൂടെ, ബാക്കി പ്രോബ്ലംസൊക്കെ ഇതേപോലെ തന്നെയാണ് വരുന്നത്. For a sample of 100 laborers from Kerala, the average daily wages 10.50 with a standard deviation 1.50. 100 ലാബേഴ്സിനെ ബേസ് ചെയ്തിട്ട് അതായത് 100 പേരെ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തു. ഓക്കെ, 100 ലാബേഴ്സിനെ സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തു കേരളത്തിൽ നിന്ന്. അവിടെ അവരുടെ ഡെയിലി വേജസ് ആവറേജ് ഡെയിലി വേജസ് എത്രയാണ്, 10.50. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1.50. അപ്പോൾ എന്താ ഈ തന്നിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്നിൻ്റെ വാല്യൂ ആണ് 100. അതുപോലെ ആ സാമ്പിളിൻ്റെ ബേസിലല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പം മീൻ എന്ന് പറയുമ്പോൾ X1 ബാർ 10.50, S1 1.50. ഇനി ഫോർ എ സാമ്പിൾ ഓഫ് 150 ലേബേഴ്സ്, ഇനി 150 പേരെ സാമ്പിളായിട്ട് എടുത്തു. തമിഴ്നാട്ടിൽ നിന്നാണ് 150 ലേബേഴ്സിനെ സാമ്പിളായിട്ട് എടുത്തത്. അപ്പോൾ അതിൻ്റെ പിന്നെ ഡെയിലി വേജ് എന്ന് പറയുന്നത് 8 രൂപയാണ് അവർക്ക് കൊടുക്കുന്നത്. അതുപോലെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 1 ആണ്. എന്ന് വെച്ചാൽ N2ൻ്റെ വാല്യൂ ആണ് 150. പിന്നെ S2 എന്ന് പറയുന്നത് 1, പിന്നെ X2 ബാർ എന്ന് പറയുന്നത് 8. Can you conclude that the average wages of workers in Kerala are more than that of workers in Tamil Nadu? അപ്പോൾ
നിന്റെ ആവറേജ് പേജിൻ്റെ ബേസിൽ ആണ് ഈ തന്നിരിക്കുന്നത്. മോർ ദാൻ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഏതിൽ ഉള്ള ടെസ്റ്റ് ആയിരിക്കും? നിങ്ങൾക്കറിയാലോ, വൺ ടൈൽഡ് ടെസ്റ്റാണ്. അത് ഉറപ്പല്ലേ? ഓക്കെ. അപ്പോൾ ടേബിളിൽ നോക്കുമ്പോഴും ആ കോളമേ കൺസിഡർ ചെയ്യാവൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. നൾ ഹൈപ്പോത്തസിസ് എങ്ങനെയാണ്? എച്ച് നോട്ട് സച്ച് ദാറ്റ് μ1 ഈക്വൽ ടു μ2. H1 അപ്പോൾ എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു ആയിരിക്കും. എന്ന് വെച്ചാൽ ഇവിടെ തന്നിരിക്കുന്ന വാല്യൂ അനുസരിച്ച് μ1ൻ്റെ വാല്യൂ ആണ് വലുത്. അതുകൊണ്ട് ഇങ്ങനെ കൊടുക്കാം, ഗ്രേറ്റർ ദാൻ എന്ന് കൊടുക്കാം, μ1 ഗ്രേറ്റർ ദാൻ μ2. പിന്നെ ഇവിടെ സെറ്റ് ടെസ്റ്റ് ഉപയോഗിക്കാൻ കാരണം 100 എന്ന സംഖ്യയാണ്. 150ഉം 100ഒക്കെയാണ് സാമ്പിൾ സൈസ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് വലുതാണല്ലോ. അപ്പോൾ സെറ്റ് ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എഴുതുന്നു. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണണം. ഇവിടെ S1ഉം S2 ഒക്കെ കൃത്യമായിട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ഇക്വേഷനാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടും. ഇനി സെറ്റ് എന്ന ഇക്വേഷൻ എഴുതി അതിലെല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ 14.64 എന്ന് കിട്ടും. പിന്നെന്താണ് സാധാരണ ചെയ്യുന്ന പോലെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി. പിന്നെന്താ വരിക? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%. ഇനി ടേബിൾ വാല്യൂ കാണും. അപ്പോൾ 1.645 എന്നാണ് വരിക. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലുതാണ് ഇത്, അല്ലേ? അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, റിജക്റ്റ് ചെയ്യണം. അപ്പോൾ സിൻസ് ദ കാൽക്കുലേറ്റർ വാല്യൂ ഇസ് ന്യൂമറിക്കലി ഗ്രേറ്റർ ദാൻ ദ ടേബിൾ വാല്യൂ വി റിജക്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഏതേ വരുള്ളൂ? ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് H1 ആണ്. μ1 ഗ്രേറ്റർ ദാൻ μ2. ദ ആവറേജ് വേജസ് ഓഫ് വർക്കേഴ്സ് ഇൻ കേരള ആർ മോർ ദാൻ ദാറ്റ് ഓഫ് വർക്കേഴ്സ് ഇൻ തമിഴ്നാട് എന്ന ആൻസറിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഓക്കെ. അടുത്തത്, a random sample of 200 villages was taken from district A and the average population per village was 485 with standard deviation 50. Another random sample of 250 villages from same district gave the average population of 510 per village with a standard deviation of 40. Is the difference between the averages of the two samples statistically significant? ഇവിടെ രണ്ട് വില്ലേജിനെ ബേസ് ചെയ്തിട്ടാണ്, എ എന്നും ബി എന്നും പറയുന്ന രണ്ട് വില്ലേജിനെ ബേസ് ചെയ്തിട്ടാണ് വാല്യൂസ് വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കണം സെക്കൻഡ് മെത്തേഡാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടി വരിക. കാരണം രണ്ടും കൂടിയുള്ള കമ്പാരിസൺ അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ എ എന്ന ഡിസ്ട്രിക്റ്റും ബി എന്ന ഡിസ്ട്രിക്റ്റും ആണെന്ന് കരുതുക. അവിടെ 200 വില്ലേജസിനെ സാമ്പിളാക്കി എടുത്തിരിക്കുക. അപ്പോൾ N1 ഈക്വൽ ടു 200. അടുത്തതിൽ എത്രയാണ്? 250 വില്ലേജാണ്. അപ്പോൾ N2 ഈക്വൽ ടു 250. ഓക്കെ. പിന്നെ അതിൻ്റെ മീൻ വാല്യൂ തന്നിട്ടുണ്ട്. ആവറേജ് പോപ്പുലേഷൻ പെർ വില്ലേജ് എത്രയാണ് തന്നിരിക്കുന്നത്? 485. അപ്പോൾ X1 ബാർ 485. അടുത്തതിൽ എത്രയാണ് തന്നിരിക്കുന്നത്? 510. അപ്പോൾ X2 ബാർ 510. പിന്നെ ആദ്യത്തേതിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 50. അപ്പോൾ S1 50. അടുത്തതിൽ S2 40 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അത്രയും വാല്യൂസ് തന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ H നോട്ട് സച്ച് ദാറ്റ് μ1 ഈക്വൽ ടു μ2. H1 സച്ച് ദാറ്റ് അപ്പോൾ എന്തായിരിക്കും? μ1 നോട്ട് ഈക്വൽ ടു μ2. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണണം. ഇവിടെ സെറ്റ് ടെസ്റ്റാണ് അപ്ലൈ ചെയ്യേണ്ടത്. കാരണം വാല്യൂസ് വലുതാണല്ലോ, N1ഉം N2ഉം. അപ്പോൾ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യേണ്ടത് S1ഉം S2ഉം വരുന്നത് തന്നിട്ടുള്ളത് കൊണ്ട് അത് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അത് കിട്ടും. എന്നിട്ട് സെറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ -5.75 എന്ന് വരും. ഓക്കെ. ഇനി ഇവിടെ സെറ്റ് ടെസ്റ്റ് -5.75 എന്ന ആൻസറാണ് കിട്ടിയത് എങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിനെ പോസിറ്റീവായിട്ടേ കാണാവൂ. 5.75 എന്ന രീതിയിൽ കാണാവൂ കേട്ടോ. അപ്പോൾ ടേബിൾ വാല്യൂ കാണാം. അതിന് നമുക്ക് ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 5%, പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം ഇൻഫിനിറ്റി വെച്ച് ചെയ്യുമ്പോൾ 1.96 വരിക. അപ്പോൾ ഇതിനേക്കാൾ വലുതായിട്ടാണ് ഇത് വരിക. നെഗറ്റീവായിട്ടുള്ള കമ്പയർ ചെയ്യുമ്പോൾ പോസിറ്റീവ് വാല്യൂ ആയിട്ട് കൺസിഡർ ചെയ്യണം. 5.75 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ 1.96 വലുതാണ് 5.75 എന്ന് വരും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് റിജക്റ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ എന്താ ലാസ്റ്റ് വരിക? μ1 നോട്ട് ഈക്വൽ ടു μ2. ഡിഫറൻസ് ഇൻ ദ ആവറേജ് ഓഫ് ടു സാമ്പിൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് എന്ന് കിട്ടും. അടുത്തത്, ദ ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻസ് പെർ ഡേ are 200 and 250 with the standard deviation 20 and 25 respectively on the basis of 25 days production. Can you regard both the machines equally efficient at 1% level of significance? ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 1% എന്ന് തന്നതുകൊണ്ട് തന്നെ അത് തന്നെ വെച്ചിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻസ്. 2 മെഷീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ്, അതിൽ വരുന്ന ആ ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് പെർ ഡേ 200 ആണ്. അതുപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 250. ഓക്കെ അല്ലേ? അങ്ങനെയല്ല. ദ ആവറേജ് നമ്പർ ഓഫ് ആർട്ടിക്കിൾസ് പ്രൊഡ്യൂസ്ഡ് ബൈ 2 മെഷീൻസ് പെർ ഡേ ആർ 200 and 250. ഓക്കെ. ആ 2 മെഷീൻസും പ്രൊഡ്യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് പെർ ഡേ 200. എന്ന് വെച്ചാൽ ആദ്യത്തെ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 200 ആർട്ടിക്കിളാണ്, രണ്ടാമത്തെ മെഷീൻ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 250 ആർട്ടിക്കിളാണ്. പിന്നെ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ സാമ്പിളിനെ ബേസ് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ S1 20ഉം S2 എത്രയാണ്? 25ഉം തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് 25 days പ്രൊഡക്ഷൻ. ഓക്കെ.
Can you regard both the machines equally efficient? 1% of level of significance എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു ഈ രീതിയിൽ mu1 equal to mu2. ആൾട്ടർനേറ്റ് h1 ആണ് ഇവിടെ വേണ്ടത്. h1 such that mu1 not equal to mu2. പിന്നെ വാല്യൂസ് സൈഡിൽ എഴുതുന്നു. അതിനുള്ള ഇക്വേഷൻ കൊടുക്കണം. ഇവിടെ സാമ്പിളിൻ്റെ സൈസ് നോക്കൂ. 2 മെഷീൻസ് പെർ ഡേ ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 25 ഡേയ്സ് ഓഫ് പ്രൊഡക്ഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ N1ഉം N2ഉം എത്രയാണ്? 25 എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സൈസ് എന്താണ്? ചെറുതാണ് അല്ലേ? അതുകൊണ്ട് തന്നെ ഇവിടെ ഏത് അപ്ലൈ ചെയ്യാം? ടി ടെസ്റ്റ് അപ്ലൈ ചെയ്യാം. പിന്നെ പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നിട്ടുമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടി ടെസ്റ്റ് തന്നെ അപ്ലൈ ചെയ്യാം. ടി ഈക്വൽ ടു x1 ബാർ മൈനസ് x2 ബാർ ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ എന്നുള്ള രീതിയിൽ എഴുതാം. x1 ബാറും x2 ബാറും നമുക്ക് ഓൾറെഡി അറിയാം, ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ ഉപയോഗിക്കേണ്ട സ്റ്റാൻഡേർഡ് എററിൻ്റെ ഇക്വേഷൻ ഈ ഇക്വേഷനാണ് ഉപയോഗിക്കേണ്ടത്. അത് ഇക്വേഷൻ ഏത് കേസിലാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാം. കാരണം S1ഉം S2ഉം എല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നോക്കൂ, S1 എന്ന് പറഞ്ഞാൽ 200 ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ S1 സ്ക്വയർ എന്തായിരിക്കും? 400. S2 എന്ന് പറഞ്ഞാൽ എത്രയാണ് തന്നിരിക്കുന്നത്? 25. അപ്പോൾ S2 സ്ക്വയർ എന്തായിരിക്കും? 625. പിന്നെ N1ഉം N2 എത്രയാണ്? 25 എന്ന് കൊടുക്കാം. ഓക്കെ, ബാക്കിയെല്ലാം മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഇക്വേഷൻ വേണം ഇവിടെ അപ്ലൈ ചെയ്യാൻ. ഇതിൻ്റെ സ്റ്റാൻഡേർഡ് എറർ കാണാൻ. കാരണം S1ഉം S2ഉം നമുക്കിവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 6.535 എന്ന് കിട്ടും. ഇനി ടി ടെസ്റ്റിൽ നമ്മളിത് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ആൻസർ -7.65 എന്ന് കിട്ടുന്നു. ഇനി കമ്പയർ ചെയ്യുമ്പോൾ 7.65 എന്നേ നിങ്ങൾ നോക്കാവൂ. പോസിറ്റീവായിട്ട് വേണം ഇതിനെ കൺസിഡർ ചെയ്യാൻ. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ കേസിൽ ടി ടെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ഈ സെക്കൻഡ് മെത്തേഡിൽ അതിൻ്റെ ഇക്വേഷൻ എന്തായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ഇവിടെ എഴുതാം? N1 + N2 - 2 എന്നാണ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ 25 -2 അപ്പോൾ 48 എന്ന് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കമ്പയർ ചെയ്യുമ്പോൾ, അതായത് ടേബിൾ വാല്യൂ കാണുമ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 48ഉം അതുപോലെ ടേബിൾ വാല്യൂ 1% അത് നോക്കുക. ആ ടേബിളിൽ നോക്കുക. അതിന് നേരെ നോക്കുമ്പോൾ 2.58 എന്ന് വരും. ഇനി ഈ വാല്യൂവും കമ്പയർ ചെയ്യാം. ഇതിനേക്കാൾ ചെറുതാണെന്നുണ്ടെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യാമായിരുന്നു, പക്ഷേ ഇതിനേക്കാൾ വലുതാണ്, അപ്പോൾ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ വി റിജക്റ്റ് നൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ആൻസർ എന്താ? mu1 not equal to mu2 എന്ന് വരും. ദാറ്റ് ഈസ് ദ മെഷീൻസ് ആർ നോട്ട് ഈക്വലി എഫിഷ്യൻറ്റ് എന്ന ആൻസറിലേക്ക് എത്തും. അടുത്തതും in a test given of 2 groups of students are make obtained were as follows. Group 1 എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഗ്രൂപ്പ് 2 എന്ന് പറഞ്ഞിട്ട് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. Assuming that the group standard deviation are the same and that the marks normally distributed, test the hypothesis that the group means are equal. ഇത് അതുപോലെ ചെയ്യുക. ഇവിടെ 2 ഗ്രൂപ്പായിട്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ H0 such that mu1 equal to mu2, H1 such that mu1 not equal to mu2. ഇവിടെ മീൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, 2 ഗ്രൂപ്പിൻ്റെയും മീനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇവിടെ ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല. അപ്പോൾ നമുക്കത് കണ്ടെത്തണം. അപ്പോൾ ഇതേപോലെ ഈ തന്ന വാല്യൂസ് ഉപയോഗിച്ചിട്ട് നമുക്കത് കണ്ടെത്താം. ആദ്യത്തെ ബോക്സിൽ ഗ്രൂപ്പ് 1നെ ബേസ് ചെയ്തിട്ട് എക്സ് വാല്യൂസ് ആയിട്ട് ആദ്യത്തെ വാല്യൂസ് എടുത്തു. എന്നിട്ട് അതിൻ്റെ ഡിഫറൻസ് ഡി കാണാം. ഡി എന്ന് പറയുമ്പോൾ എങ്ങനെ കാണാം? x - a ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡിഫറൻസ്. പിന്നെ ഡി സ്ക്വയർ കാണുന്നു, ഇതിൻ്റെയൊക്കെ സ്ക്വയർ കാണുന്നു. പിന്നെ ടോട്ടൽ ചെയ്യുന്നു. പിന്നെ ഗ്രൂപ്പ് 2 കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ ഗ്രൂപ്പ് 2 എന്ന് പറയുമ്പോൾ ഈ വാല്യൂസാണ് എക്സ് വാല്യൂസ് ആയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഡി വാല്യൂ കാണുന്നു, x - a, അതായത് അസ്യൂംഡ് വാല്യൂ വെച്ചിട്ട് നമ്മളതിന് മുന്നേ ചെയ്തിട്ടുണ്ടല്ലോ. ഡിയുടെ വാല്യൂ എങ്ങനെ കാണുമെന്ന് അറിയാമല്ലോ, അത് വെച്ചിട്ട് ചെയ്യുന്നു. പിന്നെ ഡി സ്ക്വയർ കാണുന്നു, അതിൻ്റെ ടോട്ടൽ വാല്യൂ. ഇനി ആദ്യത്തെ ഗ്രൂപ്പിൽ നിന്ന് x1 ബാർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൻ്റെ ടോട്ടൽ വാല്യൂ x ബാർ ബൈ ആ എണ്ണം 9 അല്ലേ, 333/9 37 എന്ന് കിട്ടും. പിന്നെ S1 കാണാൻ എങ്ങനെയാണ്? നമ്മൾ ആ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ ഇതേപോലെയുള്ള ഇക്വേഷൻ അത് എഴുതി അത് അപ്ലൈ ചെയ്യുന്നു. പിന്നെ അടുത്തത്, അപ്പോൾ അങ്ങനെ ആദ്യത്തെ കേസിൽ നമുക്ക് കിട്ടുന്ന ആൻസർ 11.21 എന്ന് S1 കിട്ടും. അടുത്തതിൽ ഇതേപോലെ x2 ബാർ കാണുന്നു, എന്ന് വെച്ചാൽ ഈ ടോട്ടൽ വാല്യൂ ഡിവൈഡഡ് ബൈ അതിൻ്റെ എണ്ണം, അപ്പോൾ 34. പിന്നെ അതുപോലെ S2ൻ്റെ വാല്യൂ ആണ് ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആൻസർ 7.426. പിന്നെ സ്റ്റാൻഡേർഡ് എറർ കാണുന്നു. സ്റ്റാൻഡേർഡ് എറർ കാണാൻ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ, കാരണം S1 S2 ഒക്കെ നമുക്കറിയാം, അപ്പോൾ ഈ ഇക്വേഷൻ വേണം ഉപയോഗിക്കാൻ. അപ്പോൾ ആൻസർ 5.25 എന്ന് വരുന്നു. പിന്നെ ഇവിടെ സാമ്പിൾ സൈസ് തന്നിരിക്കുന്നത് എത്രയാണ്? 9, 7 എന്നൊക്കെ അല്ലേ നമ്മൾ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സൈസ് ചെറുതായതുകൊണ്ട് തന്നെ ടി ടെസ്റ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഈ ടി ടെസ്റ്റിൽ ഈ ഇക്വേഷൻ എഴുതി അതെല്ലാം അപ്ലൈ ചെയ്യുന്നു.
അപ്പോൾ ആൻസർ 0.57 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈ കേസിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം ടി ടെസ്റ്റ് അല്ലേ, അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറയുന്നത് എന്തായിരിക്കും? N1 + N2 - 2 എന്ന രീതിയിലായിരിക്കും അല്ലേ. പിന്നെ അതുപോലെ പിന്നെ എന്തായിരുന്നു? ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് അത് 0.05 തന്നെ. അപ്പോൾ N1 + N2 എന്ന് പറയുമ്പോൾ N1 + N2 - 2 ഡിഗ്രി ഓഫ് ഫ്രീഡം. ഓക്കെ, അപ്പോൾ N1ൻ്റെ സ്ഥാനത്ത് നമുക്ക് ഇവിടെ എന്താ കൊടുക്കുക? എത്ര എണ്ണം ആദ്യത്തെ ഗ്രൂപ്പിലുണ്ട് നോക്കിയാൽ മതി, 9 പ്ലസ് N2 എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ ഗ്രൂപ്പിൽ എത്ര എണ്ണം ഉണ്ട്? 7 എണ്ണം -2. ഓക്കെ, 9 + 7 എത്ര വരും? 16 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 14. അപ്പോൾ ഡിഗ്രി ഓഫ് ഫ്രീഡം 14 എന്ന് കിട്ടി. ഇനി ഈ 14 ഡിഗ്രി ഓഫ് ഫ്രീഡം 14 അതുപോലെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 വരുന്ന കോളത്തിൽ വേണം നിങ്ങൾ നോക്കാൻ ടേബിൾ എടുക്കുമ്പോൾ. അപ്പോൾ 2.145 എന്ന് കിട്ടും. ഇതിനേക്കാൾ ചെറുതാണ് ഇത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ μ1 = μ2 എന്ന രീതിയിൽ ആൻസർ കിട്ടും. ഗ്രൂപ്പ് മീൻസ് ആർ ഈക്വൽ എന്ന ലാസ്റ്റ് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ടൈപ്പിലുള്ള പ്രോബ്ലം ക്ലിയർ ആയല്ലോ. നെക്സ്റ്റ്, ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസ് പെയർഡ് ഒബ്സർവേഷൻസ് എങ്ങനെയാണ് വരുന്നത് നോക്കാം. ഇതിലും ഇതുപോലെ അതിൻ്റെ ഇക്വേഷനിൽ മാത്രമേ ഡിഫറൻസ് വരുന്നുള്ളൂ. ടെസ്റ്റിംഗ് സിഗ്നിഫിക്കൻസ് ഓഫ് ഡിഫറൻസ് ഇൻ ദ കേസ് ഓഫ് ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിൻ്റെ ഡിഫറൻസ്, അതിൻ്റെ സിഗ്നിഫിക്കൻസ് എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്യുക. ഇൻ ദ ലാസ്റ്റ് ഫ്യൂ ക്വസ്റ്റ്യൻസ് വി ഹാഡ് 2 samples independently drawn. Now we shall discuss 2 samples where the observations are not independent. ഇവിടെ ഡിപ്പെൻഡൻറ്റ് സാമ്പിൾസിനെ ബേസ് ചെയ്തിട്ടാണ് ടെസ്റ്റിംഗ് നടത്തുന്നത്. ഇതിനു മുന്നേ ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾസ് ആയിരുന്നു നമ്മൾ ടെസ്റ്റ് ചെയ്തിരുന്നത്. ദാറ്റ് ഈസ് ഒബ്സർവേഷൻസ് ഇൻ വൺ സാമ്പിൾ ആർ സം വേ റിലേറ്റഡ് ടു തോസ് ഇൻ ദ അതർ. അതായത് ഒന്ന് മറ്റൊന്നുമായിട്ട് റിലേറ്റഡ് ആയിരുന്നു ഇതുവരെ ചെയ്തിരുന്നത്. ഇനിയുള്ളത് അങ്ങനെ റിലേറ്റഡ് അല്ലാത്ത കേസായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തരുന്നത്. ഫോർ എക്സാമ്പിൾ, വി മേ ഇമ്പാർട്ട് സം സ്പെഷ്യൽ കോച്ചിങ് ടു എ സെറ്റ് ഓഫ് സ്റ്റുഡൻസ്. Their performance before and after will form 2 dependent samples. The students in the 2 samples are the same. അതായത് കുറച്ച് കുട്ടികൾക്ക് നമ്മളൊരു സ്പെഷ്യൽ കോച്ചിങ് കൊടുക്കുകയാണ് ഏതോ ഒരു സബ്ജക്റ്റിൽ. അപ്പോൾ ആ സബ്ജക്റ്റിന് കോച്ചിങ് കൊടുക്കുന്നതിന് മുന്നുള്ള അവരുടെ പെർഫോമൻസ് ലെവലിലുള്ള മാർക്കും കോച്ചിങ്ങിന് ശേഷമുള്ള അവരുടെ പെർഫോമൻസ് ലെവലിലുള്ള മാർക്കും ഡിഫറെൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ആ 2 സാമ്പിളും എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ഇൻഡിപെൻഡൻറ്റ് വാല്യൂസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, the students in the 2 samples are the same. A value from one sample with the corresponding value in the other sample are together taken and formed a pair. അതിൽ സെയിം ആയിട്ട് വരുന്നത് ഇപ്പോൾ ആ പെർഫോമൻസ് ലെവൽ ഇപ്പോൾ ഒരു കോച്ചിങ് കൊടുക്കുകയാണ്, കുറച്ച് കുട്ടികൾക്ക് ഒരു സ്പെഷ്യൽ സബ്ജക്റ്റിൽ കോച്ചിങ് കൊടുക്കുകയാണ്. അപ്പോൾ ആ സബ്ജക്റ്റിൽ അത് കോച്ചിങ് കൊടുക്കുന്നതിന് മുന്നേ ആ കുട്ടികൾക്ക് ഉണ്ടായിരുന്ന അതേ മാർക്ക് ആയിക്കൊള്ളണമെന്നില്ല കോച്ചിങ്ങിന് ശേഷം ഉണ്ടാവുന്നത് അല്ലേ. ചില കുട്ടികൾക്ക് ആദ്യം തന്നെ ഫുൾ മാർക്ക് ഉണ്ടെങ്കിലും കോച്ചിങ്ങിന് ശേഷം ഫുൾ മാർക്ക് കിട്ടുന്നവരും ഉണ്ടായിരിക്കാം അല്ലേ. അങ്ങനെ ഒരേ ലെവലിൽ വരുന്നുണ്ടെങ്കിൽ 2 ഗ്രൂപ്പിൽ ഒരേ ലെവലിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു പെയർ ആക്കി മാറ്റാം അല്ലേ. എ വാല്യൂ ഫ്രം വൺ സാമ്പിൾ വിത്ത് കറസ്പോണ്ടിങ് വാല്യൂ ഇൻ ദ അതർ സാമ്പിൾ ടുഗദർ ടേക്കൺ ആൻഡ് ഫോംഡ് എ പെയർ, then we get pair of observations. Here the hypothesis is there is no difference between the 2 sets of observation. ഇവിടെ ഹൈപ്പോത്തസിസ് ആയിട്ട് ഈ കേസിൽ എടുക്കേണ്ടത് ഈ ടൈപ്പിൽ ഇങ്ങനെയാണ്: there is no difference between 2 type of observation. 2 ഒബ്സർവേഷനും തമ്മിൽ ഒരു ഡിഫറൻസ് ഉണ്ടാവില്ല എന്ന രീതിയിൽ. ഹിയർ വി അപ്ലൈ ടി ടെസ്റ്റ് ടി കമ്പ്യൂട്ടർ ബൈ ദ ഫോർമുല. ഇങ്ങനത്തെ കേസിൽ ടി ടെസ്റ്റ് ആണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അത് കാണാനുള്ള ഫോർമുല ടി ഈക്വൽ ടു ഡി ബാർ ഡിവൈഡഡ് ബൈ അല്ലെങ്കിൽ ഡി ഡാഷ് ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ ഡി ഡാഷ് എന്ന് പറഞ്ഞാൽ മീൻ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാല്യൂസ്. ഓക്കെ, അതിൻ്റെ ഡിഫറൻസിൻ്റെ മീനിനെയാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ S/√n-1/(1). എസ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, പിന്നെ അടുത്തത് ഡിഗ്രി ഓഫ് ഫ്രീഡം n-1. ഓക്കെ, ഇനി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. 10 soldiers visit a rifle range for 2 consecutive weeks. For the first week their scores are എന്ന് പറഞ്ഞ് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ഡ്യൂറിങ് ദ സെക്കൻഡ് വീക്ക് their scores സെയിം ഓർഡർ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പ് തന്നിട്ടുണ്ട് കുറേ വാല്യൂസ്. എക്സാമിൻ ഇഫ് ദർ ഈസ് സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇൻ ദെയർ പെർഫോമൻസ്. അവരുടെ പെർഫോമൻസിലുള്ള സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഏത് രീതിയിലാണെന്ന് നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 10 soldiers ഒരു റൈഫിൾ റേഞ്ച് വിസിറ്റ് ചെയ്തപ്പോൾ പിന്നെ 2 consecutive weeks എന്ന് വെച്ചാൽ അടുത്തടുത്തുള്ള വീക്സിൽ അവർ വിസിറ്റ് ചെയ്തപ്പോൾ അവർക്ക് ഫസ്റ്റ് വീക്കിൽ
അവരുടെ സ്കോർ ഇത്രയാണ് കിട്ടിയത്, ഇത്രയും വാല്യൂസ്. സെക്കൻഡ് വീക്കിൽ ഇത്രയാണ് കിട്ടിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഒരു വാല്യൂസും ഡയറക്റ്റായിട്ട് തന്നിട്ടില്ല, പക്ഷേ നമുക്ക് കണ്ടെത്താം ഈ ഓരോ ഗ്രൂപ്പിൽ നിന്നും. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ മൂന്നാമത്തെ മെത്തേഡാണ് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ആ ഒരു ചോദിക്കുന്ന രീതി നിങ്ങൾ മനസ്സിലാക്കണം, എന്നാലാണ് അവിടെ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യാം? ഫസ്റ്റ് ബാക്കിയെല്ലാം സെയിം തന്നെ, പക്ഷേ ഇതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കണം. ആദ്യം ഫസ്റ്റ് സ്കോർ ഏതൊക്കെയാണ്? ഫസ്റ്റ് ഗ്രൂപ്പിൽ ഫസ്റ്റ് വീക്കിൽ കിട്ടിയത് ഇത്ര, സെക്കൻഡ് വീക്കിൽ കിട്ടിയത് ഇത്ര. ഡി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡിഫറൻസാണ്. അപ്പോൾ ഡിഫറൻസ് എഴുതി, പിന്നെ അതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടു, ഡി സ്ക്വയർ കണ്ടു, അതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടു. ഡി ബാർ കാണും എങ്ങനെ? സിഗ്മ ഡി ബൈ എൻ. അപ്പോൾ ആൻസർ ഇത് കിട്ടി. എസ് എങ്ങനെ കാണാം? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നു, ആൻസർ കിട്ടി. പിന്നെ സ്റ്റാൻഡേർഡ് എറർ എസ് ബൈ റൂട്ട് n-1 ആണ് ഈ കേസിൽ. അപ്പോൾ ഇത് കിട്ടി. പിന്നെ എച്ച് നോട്ട് സ്റ്റാർട്ട് ചെയ്യണം. എച്ച് നോട്ട് എന്താ? ദർ ഈസ് നോ ഡിഫറൻസ് എന്നാണ് നമ്മൾ നേരത്തെ വായിച്ചത് അല്ലേ? അപ്പോൾ അത് തന്നെ എഴുതാം. ഇനി ടി എന്ന് പറഞ്ഞാൽ ഈ ഇക്വേഷനാണ്, അതിൽ അപ്ലൈ ചെയ്യാൻ വാല്യൂസ്. അപ്പോൾ കിട്ടിയത് 2.04 എന്നാണ്, -2 പോയിൻറ്റ്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അത് പ്ലസ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാൻ. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ n-1 ആണ്. അപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൊട്ട് മുന്നേ n-1 ആണ്. അപ്പോൾ 9 എന്ന് വെച്ചാൽ ഡിഗ്രി ഓഫ് ഫ്രീഡം. ഇതിൽ എത്ര വാല്യൂസ് ഉണ്ട്? 10 എണ്ണം. 10 - 1 9. ടേബിൾ വാല്യൂ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 0.05ഉം 9ഉം കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുക 2.262 എന്നായിരിക്കും. ഓക്കെ, അപ്പോൾ സിൻസ് ദ കാൽക്കുലേറ്റർ വാല്യൂ ഓഫ് ടി ഈസ് ന്യൂമറിക്കലി ലെസ് ദാൻ ദ ടേബിൾ വാല്യൂ, അതുകൊണ്ട് തന്നെ വി ആക്സെപ്റ്റ് ദ ഹൈപ്പോത്തസിസ്, നൾ ഹൈപ്പോത്തസിസ്, ദാറ്റ് ഈസ് ദർ ഈസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ ദയർ പെർഫോമൻസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനും ഏകദേശം ഇതുപോലെ തന്നെ. എ സർട്ടൈൻ സ്റ്റിമുലസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു ഈച്ച് ഓഫ് ദ 12 പേഷ്യൻസ് റിസൾട്ട് ഓഫ് ദ ഫോളോയിങ് ഇൻക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ. കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. ക്യാൻ ഇറ്റ് ബി കൺക്ലൂഡഡ് ദാറ്റ് ദ സ്റ്റിമുലസ് വിൽ ഇൻ ജനറൽ ബി അക്കമ്പനീഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. അപ്പോൾ ഇവിടെ ബി പിനെ ബേസ് ചെയ്തിട്ട് കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്. എ സർട്ടൈൻ സ്റ്റിമുലസ് അഡ്മിനിസ്ട്രേറ്റഡ് ടു ഈച്ച് ഓഫ് ദ 12 പേഷ്യൻസ്. അപ്പോൾ ഇവിടെ സാമ്പിളായിട്ട് തന്നിരിക്കുന്നത് 12 എന്നാണ്. 12 പേഷ്യൻസിൻ്റെ റിസൾട്ടാണ് ഈ തന്നിരിക്കുന്നത്. ഇൻക്രീസ് ഓഫ് ബ്ലഡ് പ്രഷർ, ഇത്രയും വാല്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ക്യാൻ ഇറ്റ് ബി കൺക്ലൂഡഡ് ദാറ്റ് ദ സ്റ്റിമുലസ് വിൽ ഇൻ ജനറൽ ബി അക്കമ്പനീഡ് ബൈ ആൻ ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ. ഇത് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ കോളത്തിൽ എന്ത് ചെയ്യുന്നു? ഈ വാല്യൂസ് എഴുതുന്നു. ഡി, അതിൻ്റെ ടോട്ടൽ വാല്യൂ, പിന്നെ ഡി സ്ക്വയർ. അപ്പോൾ ആദ്യം തന്നിരിക്കുന്നത് 5 ആ രീതിയിൽ എഴുതുന്നു. ഡി സ്ക്വയർ എഴുതി, അതിൻ്റെ ടോട്ടൽ വാല്യൂ കണ്ടു, പിന്നെ ഡി ഡാഷ് കാണുന്നു, എസ് കാണുന്നു, സ്റ്റാൻഡേർഡ് എറർ കാണുന്നു. അപ്പോൾ ഇത്രയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സാധാരണ രീതിയിൽ നൾ ഹൈപ്പോത്തസിസ് വെച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ എച്ച് നോട്ട് എന്ന് പറയുമ്പോൾ ദർ ഈസ് നോ ഡിഫറൻസ്, ദാറ്റ് ഈസ് നോ ഇൻക്രീസ്. ടി എന്നാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ആൻസർ കിട്ടുന്നു. ഡിഗ്രി ഓഫ് ഫ്രീഡം n-1 11, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. ഇങ്ങനെ എഴുതണം. ഇതാണ് ഒരു വൃത്തി. ഇങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് എഴുതണം. ടേബിൾ വാല്യൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. കമ്പയർ ചെയ്യുമ്പോൾ 1.796 വലുതാണിത്. അപ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റിജക്റ്റ് ചെയ്യാം. ദർ ഈസ്, അപ്പോൾ ടേബിൾ വാല്യൂ വി റിജക്റ്റ് എച്ച് നോട്ട്, ദർ ഈസ് ഡിഫറൻസ് എന്ന് കിട്ടും. ദർ ഈസ് ഇൻക്രീസ് ഇൻ ബ്ലഡ് പ്രഷർ എന്ന ആൻസറിലേക്ക് നമ്മൾ എത്തിച്ചേരും. അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. അടുത്തത് ടെസ്റ്റിംഗ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് നാലാമത്തെ മെത്തേഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊക്കെ കുറേ ഇക്വേഷൻസ് വരുന്നുണ്ട്. അത് മാറിപ്പോകരുത്. ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കണം ഇന്നതാണ് അവിടെ ഏത് ഇക്വേഷൻ അപ്ലൈ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ ക്വസ്റ്റ്യൻ നന്നായി വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്തു തുടങ്ങാൻ. അപ്പോൾ ഈ ഇക്വേഷൻസൊക്കെ നന്നായി പഠിക്കണം കേട്ടോ. അപ്പോൾ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ ടെസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഹിയർ ദ നൾ ഹൈപ്പോത്തസിസ് ഈസ്, ഇവിടെ നൾ ഹൈപ്പോത്തസിസ് ഇങ്ങനെയാണ് വരിക. ദർ ഈസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. സാമ്പിൾ പ്രൊപ്പോർഷനും പോപ്പുലേഷൻ പ്രൊപ്പോർഷനും സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഇല്ല എന്ന രീതിയിലാണ് ഇവിടെ നൾ ഹൈപ്പോത്തസിസ് എടുക്കുക. അതായത് ഡിഫറൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അവ തമ്മിൽ ഈക്വൽ ആണെന്നല്ല അർത്ഥം. പി ഈക്വൽ ടു പി നോട്ട് എന്ന് എഴുതാം. ഇവിടെ പി എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് സ്റ്റാൻഡ്സ് ഫോർ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. പി പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. പി നോട്ട് എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ, ആൻഡ് പി നോട്ട് ഗിവൺ ദ വാല്യൂ ഓഫ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. തന്നിരിക്കുന്ന വാല്യൂവിൻ്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ് പി നോട്ട്. പി എന്ന് പറഞ്ഞാൽ ടോട്ടലി തരുന്ന പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. ഓക്കെ, ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് സെറ്റ് ടെസ്റ്റ് ആണ്. സെറ്റ് ഈസ് കാൽക്കുലേറ്റഡ് ബൈ ഫോർമുല. അങ്ങനെ സെറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. പി മൈനസ്, അതായത് സ്മോൾ ലെറ്റർ പി മൈനസ് ക്യാപിറ്റൽ ലെറ്റർ പി ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ സ്മോൾ ലെറ്റർ പി എന്താണ്? സാമ്പിൾ പ്രൊപ്പോർഷനാണ്. ക്യാപിറ്റൽ ലെറ്റർ പി എന്താണ്? പോപ്പുലേഷൻ പ്രൊപ്പോർഷനാണ്. ഇവിടെ സ്റ്റാൻഡേർഡ് എറർ കാണാനുള്ള ഇക്വേഷൻ റൂട്ട് ഓഫ് പി ക്യൂ ഡിവൈഡഡ് ബൈ എൻ എന്നാണ്.
ഇവിടെ പി എന്ന് പറയുന്നത് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ, ക്യൂ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 1 - p, n എന്ന് പറഞ്ഞാൽ സാമ്പിൾ സൈസ്. ടു ടെസ്റ്റ് പ്രൊസീജിയർ ഈസ് സെയിം ആസ് ദ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഓഫ് സെറ്റ് ടെസ്റ്റ്. ബാക്കി പ്രൊസീജിയർ എല്ലാം സെറ്റ് ടെസ്റ്റിൻ്റെ പോലെ തന്നെ. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് റാൻഡം സാമ്പിൾ ഓഫ് 500 items produced by a machine, 30 are found to be defective. അപ്പോൾ 500 items റാൻഡം സാമ്പിളായിട്ട് തിരഞ്ഞെടുത്തപ്പോൾ ഇൻസ്പെക്ഷൻ വന്ന് അത് 500 items അവർ സാമ്പിളായിട്ട് നോക്കിയപ്പോൾ ആ 500 ഐറ്റം ആ പ്രൊഡക്റ്റിൽ, അതായത് കുറേ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു കമ്പനിയിൽ വന്ന് ഇൻസ്പെക്ഷൻ്റെ ബേസിൽ 500 ഐറ്റം തിരഞ്ഞെടുത്തിട്ട് എന്ത് ചെയ്തു, അവർ സാമ്പിളാക്കി എടുത്ത് അതൊന്ന് സെർച്ച് ചെയ്തു എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്. അപ്പോൾ ആ തന്നിരിക്കുന്നതിന് 30 എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഓൺ ഇൻസ്പെക്ഷൻ ഓഫ് റാൻഡം സാമ്പിൾ ഓഫ് 500 items produced by a machine, 30 are found to be defective. ഒരു മെഷീനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 500 ഐറ്റം സാമ്പിളാക്കി എടുത്തപ്പോൾ ആ ഇൻസ്പെക്ഷനിൽ 30 എണ്ണം ഡിഫക്റ്റീവ് ആണെന്ന് മനസ്സിലായി. ഡസ് ദിസ് ജസ്റ്റിഫൈ ദ അസംഷൻ ദാറ്റ് ദ മെഷീൻ ഈസ് പ്രൊഡ്യൂസിങ് 2% ഡിഫക്റ്റീവ് ഐറ്റംസ് ഓൺ ആൻ ആവറേജ്? അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ദ മെഷീൻസ് ഈസ് പ്രൊഡ്യൂസിങ് 2% ഓഫ് ഡിഫക്റ്റീവ് ഐറ്റംസ് ഓൺ ആൻ ആവറേജ്. അതിൻ്റെ ടോട്ടൽ ഡിഫക്റ്റീവ് എന്ന് പറയുന്നത് 2% ആണോ അതിൻ്റെ ആവറേജ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇവിടെ 2% ബേസിലാണ് ചോദിച്ചത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ പോപ്പുലേഷൻ പ്രൊപ്പോർഷനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്, ക്യാപിറ്റൽ ലെറ്റർ പി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത് 2%. അപ്പോൾ H0 സച്ച് ദാറ്റ് P = 2% എന്ന് ഫസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ H1 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് P0 = 2% എന്നായിരിക്കും. ഇനി സെറ്റ് ടെസ്റ്റ് കാണാൻ, ഇവിടെ സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യാമെന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, വേറെ ഒന്നും അതിലില്ല. അപ്പോൾ അത് കാണാനുള്ള ഇക്വേഷൻ P - P, ക്യാപിറ്റൽ ലെറ്റർ P, സ്മോൾ ലെറ്റർ P ബൈ സ്റ്റാൻഡേർഡ് എറർ. ഇവിടെ പി എന്ന് പറഞ്ഞാൽ, സ്മോൾ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ 500 എണ്ണം സാമ്പിളാക്കി എടുത്തപ്പോൾ 30 എണ്ണം ഡിഫക്റ്റീവ്. അപ്പോൾ 30/500 ചെയ്യാം. അപ്പോൾ 0.06 എന്ന് കിട്ടും. ഇനി ക്യാപിറ്റൽ ലെറ്റർ പി എന്ന് പറഞ്ഞാൽ എന്താ? 2% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2/100 എന്നല്ല അതിന് എഴുതുക. അപ്പോൾ 0.02 എന്ന് കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറഞ്ഞാൽ കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? √PQ/n. അപ്പോൾ ഇവിടെ കൊടുക്കുക. ക്യൂവിൻ്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. എങ്ങനെയാണ്? 1 - p ചെയ്താൽ മതി. അപ്പോൾ അത് ചെയ്യുമ്പോൾ 0.9 ഈ പിയുടെ വാല്യൂ അതിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് എല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ ഇത് കിട്ടും. പിന്നെ സെറ്റിൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷനിൽ എല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ 6.35 എന്ന് കിട്ടും. ഇവിടെ ടേബിൾ വാല്യൂ എത്രയാണ്? 0.05 തന്നെയാണ്. ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05 ആണ്. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് പിന്നെ വേറെ നോക്കണ്ടല്ലോ, ഇൻഫിനിറ്റി തന്നെയായിരിക്കും. അതിവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതുമ്പോൾ എഴുതണം ഡിഗ്രി ഓഫ് ഫ്രീഡം, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ഒക്കെ. അപ്പോൾ ടേബിൾ വാല്യൂ 1.96 എന്ന് കിട്ടും. ഈ 1.96നേക്കാൾ വലുതാണിത്. അപ്പോൾ അത് റിജക്റ്റ് ചെയ്യണ്ടേ? അപ്പോൾ H0 ഈസ് റിജക്റ്റഡ്. അപ്പോൾ P നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന കേസ് അപ്പോൾ ഏതായിരിക്കും? P ≠ 2% എന്നായിരിക്കും. അപ്പോൾ therefore the assumption that the machine is producing 2% defective items on an average is not justified എന്ന ആൻസറിലെത്തും. ക്ലിയർ? In a survey of 70 business firms, it was found that 45 were planning to expand their capacities next year. Does the sample information contradict the hypothesis that 70% of the firms in general are planning to expand next year? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? In a survey of 70 business firms, it was found to be 45 are planning to expand their capacities next year. ഓക്കെ, ഒരു സർവേയുടെ ഭാഗമായിട്ട് 70 ബിസിനസ് ഫേംസിൽ 45 ബിസിനസ് ഫേംസ് അവരുടെ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുകയാണ്, അവരുടെ കപ്പാസിറ്റി നെക്സ്റ്റ് ഇയറിൽ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഡസ് ദ സാമ്പിൾ ഇൻഫർമേഷൻ കോൺട്രാഡിക്ട് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് 70% ഓഫ് ദ ഫേംസ് ഇൻ ജനറൽ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് നെക്സ്റ്റ് ഇയർ? അപ്പോൾ ആ ക്വസ്റ്റിനെ ബേസ് ചെയ്ത് നമുക്ക് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം? 70% ബേസ് ചെയ്തിട്ടാണ് ചോദിച്ചു ചെയ്യുന്നത്. അപ്പോൾ H0 സച്ച് ദാറ്റ് P = 70%. അപ്പോൾ H1 അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. അപ്പോൾ ≠ 70%. സ്മോൾ ലെറ്റർ P എന്ന് പറഞ്ഞാൽ ആകെ 70-ൽ 45 എന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പോൾ അത് തന്നെ കൊടുക്കുക, 0.64. ക്യാപിറ്റൽ ലെറ്റർ P എന്ന് പറഞ്ഞാൽ 70%. അപ്പോൾ 70/100. അപ്പോൾ 0.7. ഇനി സ്റ്റാൻഡേർഡ് എറർ എന്ന് പറയുമ്പോഴോ അത് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. പിന്നെ ക്യൂവിൻ്റെ വാല്യൂ അവിടെ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, നമുക്ക് ഇവിടെ കണ്ടെത്താം. 1 - P അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ അതിവിടെ കൊടുക്കുമ്പോൾ സ്റ്റാൻഡേർഡ് എററിൻ്റെ വാല്യൂ ഇങ്ങനെ കിട്ടും. പിന്നെ സെറ്റ് കാണാനുള്ള ഇക്വേഷനാണ് ഈ തന്നിരിക്കുന്നത്. അതിന് ആൻസർ -1.09 എന്ന് വരും. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ഇതിൻ്റെ പോസിറ്റീവ് വാല്യൂ വെച്ചിട്ട് വേണം കമ്പയർ ചെയ്യാൻ. അതായത് സെറ്റ് = 1.09 അല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം, അതായത് സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി
മറ്റത് 0.05 ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ്. അത് വെച്ചിട്ട് നമ്മൾ ടേബിളിൽ നോക്കുമ്പോൾ 1.96 എന്ന് തന്നെയാണ് വരിക. അപ്പോൾ 1.96നേക്കാൾ ചെറുതാണ് ഈ വാല്യൂ അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാം. വി ആക്സെപ്റ്റ് ദ നൾ ഹൈപ്പോത്തസിസ്. എന്തായിരുന്നു നൾ ഹൈപ്പോത്തസിസ്? P equal to 70%. അപ്പോൾ 70% ഓഫ് ദ ഫേംസ് ഇൻ ജനറൽ ആർ പ്ലാനിങ് ടു എക്സ്പാൻഡ് നെക്സ്റ്റ് ഇയർ എന്ന് ലാസ്റ്റ് റിസൾട്ടിൽ എഴുതാം. ഓക്കെ, അപ്പോൾ അതും ക്ലിയർ ആയല്ലോ. ഇനി അടുത്തത് 1000 ladies were chosen at random from the inhabitants of Bombay city and 550 were found to have dark eyes. Does this finding contradict the hypothesis that the event of a lady having dark eyes has probability 1/2? അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? 1000 ladies were chosen at random from inhabitants of Bombay city and 550 were found to have dark eyes. 1000 സ്ത്രീകളെ ബേസ് ചെയ്തിട്ട് ഒരു പഠനം നടത്തിയപ്പോൾ അതിൽ 550 പേർക്ക് ഡാർക്ക് ഐസ് ആണെന്ന് കണ്ടെത്തി. ഡസ് ദിസ് ഫൈൻഡിങ് കോൺട്രഡിക്റ്റ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ ഈവൻറ്റ് ഓഫ് എ ലേഡി ഹാവിങ് ഡാർക്ക് ഐസ് ഹാസ് പ്രോബിലിറ്റി 1/2? അപ്പോൾ ഇതിനൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് ഒരു ഹൈപ്പോത്തസിസ്, അതായത് പിന്നെ അവിടെ പ്രോബിലിറ്റി ബേസിൽ അതിൻ്റെ വാല്യൂ 1/2 ആയിരിക്കുമോ? ദ ഈവൻറ്റ് ഓഫ് എ ലേഡി ഹാവിങ് ഡാർക്ക് ഐസ് ഹാസ് ദ പ്രോബിലിറ്റി 1/2 ആയിരിക്കാൻ സാധ്യത ഉണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നൾ ഹൈപ്പോത്തസിസ് എങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം? H0 സച്ച് ദാറ്റ്, ബാക്കി വാല്യൂസ് ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ദർ ഇസ് നോ സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ പ്രൊപ്പോർഷൻ ആൻഡ് പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ. നമ്മൾ അതിൻ്റെ തിയറി പാർട്ടിൽ വായിച്ചല്ലോ. അതായത് പിയുടെ വാല്യൂ എന്താണെന്നാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത്? 1/2. ഓക്കെ, അപ്പോൾ H0 സച്ച് ദാറ്റ് P equal to 1/2 എന്ന് എഴുതാം. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? H1 സച്ച് ദാറ്റ് P not equal to 1/2. പിന്നെ നമുക്കിനി ഓരോ വാല്യൂസും കാണണം. സ്മോൾ ലെറ്റർ P എന്ന് പറഞ്ഞാൽ ആകെ 1550, അപ്പോൾ അത് കിട്ടി. പിന്നെ ക്യാപിറ്റൽ P എന്ന് പറഞ്ഞാൽ 1/2, അപ്പോൾ ഈ വാല്യൂ 0.5. Q എന്ന് പറഞ്ഞാൽ 1 - P, അപ്പോൾ 1 - Pയുടെ ഭാഗത്ത് ഈ വാല്യൂ കൊടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി സ്റ്റാൻഡേർഡ് എറർ കാണുന്നു, ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ആൻസർ കിട്ടുന്നു. Z equal to ഈ ഇക്വേഷൻ ഉപയോഗിക്കുക. നമുക്കറിയാം ഇതിലെല്ലാ വാല്യൂസും കൊടുക്കുമ്പോൾ 3.16 എന്ന് വരുന്നു. പിന്നെ ഡിഗ്രി ഓഫ് ഫ്രീഡം സെറ്റ് ടെസ്റ്റ് ആയതുകൊണ്ട് ഇൻഫിനിറ്റി, ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് 0.05. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ടേബിൾ വാല്യൂ 1.96 എന്ന് കിട്ടുന്നു. ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ വലുതാണ് ഇത്, അപ്പോൾ അത് റിജക്റ്റ് ചെയ്യാം. അപ്പോൾ ഏതാ റിജക്റ്റ് ചെയ്യേണ്ടത്? P equal to 1/2 എന്നത് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നത് ഏതാ? P not equal to 1/2 ആണ് കൃത്യമായിട്ട് കിട്ടുന്നത്. ദ ഫൈൻഡിങ് കോൺട്രഡിക്ഷൻ ഓഫ് ദ ഹൈപ്പോത്തസിസ് ദാറ്റ് ദ ഇവൻറ്റ് ഓഫ് എ ലേഡി ഹാവിങ് ഡാർക്ക് ഐസ് ഹാസ് പ്രോബിലിറ്റി 1/2 എന്ന രീതിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, അടുത്തത് എ മാനുഫാക്ചറർ ക്ലെയിംഡ് ദാറ്റ് at least 95% of the equipments which he supplied to a factory conformed to specifications. An examination of a sample 200 pieces of equipments revealed that 18 were faulty. Test his claim at a significant level of 0.05 and 0.01. അപ്പോൾ ഇവിടെ ലെവൽ ഓഫ് സിഗ്നിഫിക്കൻസ് ലെവലിൻ്റെ വാല്യൂ 2 തന്നിട്ടുണ്ട്. അപ്പോൾ 2നെ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ കാണാൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആകെ അതിൻ്റെ ടോട്ടൽ P എന്ന് പറഞ്ഞു തന്നിരിക്കുന്നത് എത്രയാണ്? 95%. അപ്പോൾ നമുക്ക് നൾ ഹൈപ്പോത്തസിസ് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. P equal to 95/100. അപ്പോൾ H1 എന്തായിരിക്കും? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒപ്പം ഇവിടെ ലെസ് ദാൻ എന്ന രീതിയിൽ വേണം എടുക്കാൻ. ഓക്കെ, അത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വായിച്ചാൽ മനസ്സിലാവും എന്തുകൊണ്ടാണ് അങ്ങനെ എടുത്തത് എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? സെറ്റ് ടെസ്റ്റ് കൊടുക്കുക. അതിനുവേണ്ട എല്ലാ വാല്യൂസും നമ്മൾ കണ്ടെത്തണം. സ്മോൾ ലെറ്റർ P എന്ന് പറഞ്ഞാൽ ആകെ 200-ൽ എത്ര? 200-ൽ എത്രയാണ്? ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കൂ. ആകെ 200-ൽ സപ്ലൈഡ് ഫാക്ടറി കൺഫേംഡ് സ്പെസിഫിക്കേഷൻ ആൻഡ് എക്സാമിനേഷൻ ഓഫ് എ സാമ്പിൾ 200 pieces of equipments revealed that 18 were faulty. അതിൻ്റെ 200 pieces of equipmentsൽ 18 ഫോൾട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആകെ 200-ൽ 200 - 18 ചെയ്താൽ മതി സ്മോൾ ലെറ്റർ P കാണാൻ. അപ്പോൾ 200 - 18/200 ചെയ്താൽ അത് കിട്ടും. പിന്നെ ക്യാപിറ്റൽ ലെറ്റർ P 95% എന്ന് വെച്ചാൽ 95/100, അപ്പോൾ അതും കിട്ടി. ഇനി Qയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ആൻസർ കിട്ടും. സ്റ്റാൻഡേർഡ് എറർ കാണുന്നു, സെറ്റിൽ അപ്ലൈ ചെയ്യുന്നു, ഈ ആൻസർ കിട്ടുന്നു. പിന്നെ ഇത് കമ്പയർ ചെയ്യുന്നു. കമ്പയർ ചെയ്യുമ്പോൾ ദ കാൽക്കുലേറ്റഡ് വാല്യൂ ഓഫ് സെറ്റ് ഈസ് നോമറിക്കലി ലെസ് ഗ്രേറ്റർ ദാൻ എന്ന രീതിയിലാണ് കിട്ടുന്നത്. അപ്പോൾ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാവുന്ന കേസ് ഇതായിരിക്കും കിട്ടുക. ഓക്കെ, P less than 95/100. അപ്പോൾ മാനുഫാക്ചേഴ്സ് ക്ലെയിം ഈസ് നോട്ട് ജസ്റ്റിഫൈഡ് എന്ന ആൻസർ കിട്ടുന്നു. ക്ലിയർ? ഇനി അടുത്തത് ഇൻ 120 ത്രോസ് ഓഫ് എ 6-faced dice. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൽ എത്ര ഫേസ് ഉണ്ട് നമുക്ക് ഓൾറെഡി അറിയാം. സാമ്പിൾ സ്പേസിൽ 6 ആണെന്ന് അറിയാം അല്ലേ? ദ ഈവൻ നമ്പർ ഒക്കെയർ 55 ടൈംസ്. പിന്നെ ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ അതിൽ 6 ഫേസസ് ഉണ്ട്. 1 2 3 4 5 6. അപ്പോൾ അതിൽ ഈവൻ നമ്പർ ഏതൊക്കെയാണ്? 2 4 6. അപ്പോൾ അതിൻ്റെ പ്രോബിലിറ്റി എന്താ വരിക? ആകെ 6-ൽ 3 ഈവൻ നമ്പർ. അപ്പോൾ 3/6 എന്ന് വരും.
അപ്പോൾ അതിനെ ഷോർട്ട് ആക്കുമ്പോൾ 1/2 എന്ന് വെച്ചാൽ 0.5 ആണ് ഇവിടെ പ്രോബിലിറ്റി വരിക എന്ന് ആദ്യം മനസ്സിലാക്കി വയ്ക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻ 120 ത്രോസ് ഓഫ് എ 6 ഫേസ്ഡ് ഡൈ, 6 ഫേസുള്ള ഒരു ഡൈ ത്രോ ചെയ്യാണ്. എത്ര പ്രാവശ്യം? 120 പ്രാവശ്യം. അങ്ങനെയാകുമ്പോൾ ദി ഈവൻ നമ്പർ ഒക്കെയർ 55 ടൈംസ്. അങ്ങനെ 120 പ്രാവശ്യം എറിഞ്ഞപ്പോൾ അതിൽ 55 തവണ അതിൽ ഇരട്ട സംഖ്യകൾ വന്നു. ഈസ് ദ ഡൈ അൺബയാസ്ഡ്? അങ്ങനെയാണെങ്കിൽ ആ ഡൈ അൺബയാസ്ഡ് ആണോ എന്ന്. അൺബയാസ്ഡ് മീൻസ് എന്താ അറിയോ? ഒരു ചായ്വില്ലാത്ത ആ കണ്ടീഷനെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചായ്വില്ലാത്ത രീതിയിൽ വരുന്നതിനെയാണ് അൺബയാസ്ഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ അതിൻ്റെ പ്രൊപ്പോർഷൻ എങ്ങനെ? ഈവൻ നമ്പറിൻ്റെ കോമൺ ആയിട്ട് നമുക്ക് എഴുതുക 3/6 എന്ന് എഴുതിക്കൂടെ? അതായത് ഒരു സാമ്പിൾ ഒരു പ്രാവശ്യം ത്രോ ചെയ്യുമ്പോൾ എത്ര എന്നാണ് ഇവിടെ പ്രൊപ്പോർഷൻ നോക്കേണ്ടത്. അപ്പോൾ ആകെ 6ൽ 3 പ്രാവശ്യം എന്ത് വരുന്നുണ്ട്? ഈവൻ നമ്പർ വരുന്നത്. അപ്പോൾ 3/6 എന്ന് വെച്ചാൽ 0.5. ഓക്കെ, അപ്പോൾ അത് കിട്ടി. പി എന്താ സെലക്ട് ചെയ്യേണ്ടത് നമുക്ക് കൃത്യമായിട്ട് കിട്ടി. അപ്പോൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. H നോട്ട് സച്ച് ദാറ്റ് P = 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.5. അപ്പോൾ H1 അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും, നോട്ട് ഈക്വൽ ടു എന്ന രീതിയിൽ എഴുതുന്നു. പിന്നെ ഇവിടെ സെറ്റ് ടെസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എഴുതി. അതിന് സ്മോൾ ലെറ്റർ പി കാണുക എന്ന് പറഞ്ഞാൽ ആകെ 120ൽ എത്ര വന്നു? 55 ഈവൻ നമ്പർ വന്നു എന്നല്ലേ. അപ്പോൾ ഇത് കിട്ടും. പിന്നെ P = ക്യാപിറ്റൽ ലെറ്റർ പി എന്താണ്? ഇത് തന്നെയാണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ് എറർ കാണുന്നു, അത് കൊടുത്തു. പിന്നെ സെറ്റ് എന്ന ആ ഇക്വേഷൻ എന്തായിരുന്നു? നമുക്കറിയാം എന്താ? P - P ഡിവൈഡഡ് ബൈ സ്റ്റാൻഡേർഡ് എറർ. അപ്പോൾ അത് ഇവിടെ കൃത്യമായിട്ട് എഴുതിയ ശേഷം ആൻസറിൽ ആ വാല്യൂസ് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കിട്ടും. ഇനി ഇതെന്ത് ചെയ്യുന്നു? കമ്പയർ ചെയ്യുക. ടേബിൾ വാല്യൂം കൂടി കണ്ടെത്തിയിട്ട് കമ്പയർ ചെയ്യുക. അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ലെസ് ദാൻ, അതായത് 1.96നേക്കാൾ ചെറുതാണ് ഈ വാല്യൂ എന്ന് കിട്ടും. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ P = 0.5 എന്ന് തന്നെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാം. അപ്പോൾ ദ ഡൈ ഈസ് അൺബയാസ്ഡ് എന്ന കേസിൽ നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇത്രയും ക്ലിയർ ആയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. Of 500 people selected at random from a town, 275 are drinkers of tea and others are drinkers of coffee. 500 ആളുകളെ സെലക്ട് ചെയ്തു. ഒരു ടൗണിൽ നിന്ന് 500 ആളുകളെ സെലക്ട് ചെയ്തു. അതിൽ സെലക്ട് ചെയ്ത് അവരെക്കുറിച്ചൊരു അന്വേഷണം നടത്തിയപ്പോൾ അതിൽ 275 പേര് ടീയും ബാക്കിയുള്ളവർ കോഫിയും കുടിക്കുന്നവരാണ്. ഓൺ ദ ബേസിസ് ഓഫ് ദീസ് ഫൈൻഡിങ്സ് can you conclude that the tea and coffee are equally popular in that town? ഇതിൻ്റെ ബേസിൽ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമോ ടീയും കോഫിയും ഈക്വലി പോപ്പുലർ ഇൻ ദാറ്റ് ടൗൺ എന്ന് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഇവിടെ ഹിയർ ഫോർ ഈക്വൽ പോപ്പുലാരിറ്റി 50% ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി ഡ്രിങ്കേഴ്സ്. അപ്പോൾ ഇവിടെ ഈക്വൽ പോപ്പുലാരിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ 50% ഓഫ് ദ പീപ്പിൾ ഷുഡ് ബി ഡ്രിങ്കേഴ്സ്. അപ്പോൾ 50% ഡ്രിങ്കേഴ്സ് ആയതുകൊണ്ട് തന്നെ ഈക്വൽ പോപ്പുലാരിറ്റി എന്ന് പറയുമ്പോൾ ആകെ ടോട്ടൽ 100 എടുക്കുകയാണെങ്കിൽ അല്ല 50% എന്താണ്? ഡ്രിങ്കേഴ്സാണ്. അപ്പോൾ പി വാല്യൂ കിട്ടാൻ 50% ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. അത് ടോട്ടൽ എങ്ങനെ എഴുതാം? 50/100 എന്ന് വെച്ചാൽ 0.5. അപ്പോൾ പിയുടെ വാല്യൂ 0.5 ആയിരിക്കും. ഓക്കെ, P = 0.5. അപ്പോൾ H നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. P = 0.5. അപ്പോൾ H1 എന്തായിരിക്കും? അതിൻ്റെ ഓപ്പോസിറ്റ് P not equal to 0.5. പിന്നെ സെറ്റ് അപ്ലിക്കേഷൻ എഴുതുന്നു. അതിൽ സ്മോൾ ലെറ്റർ P എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ 500ൽ 275 പേര് എന്ന രീതിയിൽ തന്നിട്ടുണ്ട്. എത്രയാ? ടീ കുടിക്കുന്നവർ, ബാക്കിയുള്ളവർ കോഫി കുടിക്കുന്നവർ. അപ്പോൾ 500ൽ 275 കാണും. അപ്പോൾ അത് കിട്ടി. ക്യാപിറ്റൽ ലെറ്റർ P ഓൾറെഡി അറിയാമല്ലോ. ഇനി ഇതെല്ലാം ഇതിൽ അപ്ലൈ ചെയ്യണം. അതിന് മുന്നേ സ്റ്റാൻഡേർഡ് എറർ കാണണം. സ്റ്റാൻഡേർഡ് എറർ ഇതിൽ ഒരൊറ്റ ഇക്വേഷനേ ഉള്ളൂ ഈ കേസിൽ. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ കിട്ടുന്നു. Q കാണാനുള്ള ഇക്വേഷൻ എന്താ? 1 - P ചെയ്യുമ്പോൾ ഈ 0.5 കിട്ടും. പിന്നെ സെറ്റിൽ അപ്ലൈ ചെയ്യുമ്പോൾ 2.17. ഇനി കമ്പയർ ചെയ്യുക ടേബിൾ വാല്യൂ കണ്ടിട്ട്. അപ്പോൾ 1.96നേക്കാൾ വലുതാണിത്. അപ്പോൾ റിജക്റ്റ് ചെയ്യാം. അപ്പോൾ റിജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ആൻസർ എന്ത് കിട്ടും? 50% ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് ടീ ഡ്രിങ്കേഴ്സ്. ടീ ആൻഡ് കോഫി ആർ നോട്ട് ഈക്വലി പോപ്പുലർ എന്നും കിട്ടും. ക്ലിയർ ആയല്ലോ ഇത്രയും? ഓക്കെ.